എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട് മനുഷ്യകരങ്ങൾക്കപ്പുറത്ത് ഇന്ന് രാത്രി നമ്മോട് ഇടപെടാൻ കഴിയുന്ന ദൈവ സാന്നിധ്യത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെല്ലാം ഇന്ന് രാത്രി അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ നിയന്ത്രണങ്ങൾക്കപ്പുറത്ത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തന്നെ ഇവിടെ നിയന്ത്രണങ്ങൾ ഈ രാത്രി എടുക്കേണ്ടതിനായി എല്ലാവരും ചേർന്നൊരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. ആദരങ്ങൾ തുറന്ന് ആത്മാവിൻ്റെ നിറവിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അന്തരാത്മാവിൽ അനുഭവിക്കുന്നവർ ഒന്നു ചേർന്ന് ഈ രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇന്ന് രാത്രിയും വചനം അതിൻ്റെ അധികാരത്തോടെ, സ്വാതന്ത്ര്യത്തോടെ, ശക്തിയോടെ, മഹത്വത്തോടെ ഈ രാത്രി ഇവിടെ വ്യാപരിക്കുന്നതിന് നന്ദി പറയുന്നു. വചനത്തിൻ്റെ ഇടപെടൽ അസാധാരണമായി നടക്കേണ്ട എല്ലാ മേഖലകളിലും ഇന്ന് രാത്രി അത് നടക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് എല്ലാ മേഖലയിലും കാര്യം നടത്തുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, 15-ാമത്തെ വാക്യം, അതിൻ്റെ 18-ാമത്തെ വാക്യം, 3 വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഇന്ന് രാത്രി നമുക്ക് വായിക്കാം. റോമലേഖനം 15-ാം അധ്യായം 13-ാം വാക്യം, 15-ാം വാക്യം, അതിൻ്റെ 18-ാമത്തെ വാക്യം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. എങ്കിലും ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തയേശുവിൻ്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. 18-ാമത്തെ വാക്യം കൂടെ. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു തിരുവെടുത്തിലേക്കാണ് ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധ. റോമാലേഖനം എന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ലേഖനത്തിലെ ഗൗരവമായി അതിൻ്റെ അവസാന പാദത്തിലേക്ക് വരുമ്പം പൗലോസ് അതിനെ കൺക്ലൂഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ റോമലേഖനത്തെപ്പറ്റി നമ്മൾ വിശദമായി പഠിക്കുകയാണെങ്കിൽ ഇത് തുടങ്ങുന്ന അധ്യായം മുതൽ പൗലോസ് ഒത്തിരി വേദശാസ്ത്ര സമ്പന്നമായ ചിന്തകൾ നമുക്ക് മുമ്പിൽ നൽകുന്നുണ്ട്. ഗൗരവ പ്രാധാന്യമുള്ള ഒട്ടനവധി പ്രമേയങ്ങൾ ഈ ലേഖനം നമുക്ക് മുമ്പിൽ വെച്ചു തരുന്നുണ്ട്. ദൈവം, പാപം, പിശാച്, നീതീകരണം, വിശുദ്ധീകരണം, ഏകീകരണം, തേജസ്കരണം, പുത്രത്വം, മഹത്വം എന്നുവേണ്ട നിരവധി ഗൗരവ പ്രാധാന്യമുള്ള പ്രമേയങ്ങൾ നമ്മുടെ മുമ്പിൽ ഈ ലേഖനം വെച്ചു തരുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും അധികം ഈ ലേഖനത്തെ അറിയപ്പെടുന്ന പദമെന്ന് പറഞ്ഞാൽ ഇത് പരിശുദ്ധാത്മാവിൻ്റെ ലേഖനം കൂടെയാണ് ശരിക്കും ഈ റോമാലേഖനം എന്ന് പറയുന്നത്. നമ്മൾ ആ 8-ാം അധ്യായത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന പദം ഏതാണ്ട് ഉപയോഗിച്ചതിനേക്കാൾ ഒരു 5-6 ഇരട്ടി പ്രാവശ്യം 8-ാം അധ്യായത്തിന് ശേഷം പരിശുദ്ധാത്മാവ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. 8-ാം അധ്യായത്തിൽ മാത്രം 15-ലധികം പ്രാവശ്യം പരിശുദ്ധാത്മാവ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പദം ആവർത്തിച്ച് പറയുമ്പം പൗലോസ് വെളിപ്പെടുത്തുന്നത് ഒരു വിശുദ്ധൻ്റെ ഇന്നിൻ്റെ ജീവിതം നയിക്കപ്പെടുന്നത് ആത്മാവിൻ്റെ സജീവ സാന്നിധ്യത്തിലും ആത്മാവിൻ്റെ സജീവമായ ഇടപെടലുകളുമാണ്. പരിശുദ്ധാത്മാവ് എന്നൊരു വിഷയം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും സ്വാധീനിച്ചിട്ടുള്ളതും ജനഹൃദയങ്ങളെ സ്വാധീനിക്കുന്നതും ദേശങ്ങളെ സ്വാധീനിക്കുന്നതുമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന, ഇതിനെ വേണ്ടെന്ന് പറയുന്ന, ഇതിനെ മാറ്റി നിർത്തുന്ന ഒരു പറ്റം ആൾക്കാരുടെയും നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം സജീവമായ ആത്മാവിൻ്റെ പ്രവൃത്തിയുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇതിനു മുമ്പിൽ മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നു. അവിടെയാണ് റോമാലേഖനം ഈ പരിശുദ്ധാത്മാവ് ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ അടിയന്തരമാണ്, അത്യാവശ്യമാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലയും ഇളക്കി മറിക്കുവാൻ ഈ ആത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടെങ്കിലേ കഴിയത്തുള്ളെന്ന് നമ്മെ ഉറപ്പിക്കുന്നൊരു ലേഖനമാണ് ഈ റോമാലേഖനം എന്ന് പറയുന്നത്. ഞാനതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളെ വേഗത്തിൽ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത് ഈ റോമാലേഖനത്തിനകത്ത്
പ്രത്യേകിച്ച് അതിൻ്റെ 8-ാം അധ്യായം, 9-ാം അധ്യായം, 7-ാം അധ്യായം, 5-ാം അധ്യായം തുടങ്ങി ഈ അധ്യായങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ജീവിതങ്ങൾക്കകത്തേക്ക് ഇടപെടുന്ന എന്ന ഗൗരവമായൊരു ചിന്തയാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വിശുദ്ധൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അവനെ മാറ്റിമറിക്കുന്ന ഒരു ഘടകം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. കാരണം ഇതിനു മുൻപ് അവൻ ജീവിച്ചിരുന്ന ജീവിതം ജഡത്തിനകത്തുള്ള ജീവിതമായിരുന്നു, ജഡത്തിനകത്തുള്ള ജീവിതം. അതുകൊണ്ട് 8-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നുണ്ട്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സദൃശ്യത്തിലും പാപനിമിത്തം ലോകത്തേക്ക് അയച്ചു. അപ്പം ജഡത്തിൽ എന്തുണ്ടായിരുന്നു? ബലഹീനതയുണ്ടായിരുന്നു. മനുഷ്യൻ്റെ എല്ലാം ജഡത്തിൽ എന്തുണ്ട്? ബലഹീനതയുണ്ട്. ഈ ജഡത്തിൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുക എന്നതാണ് ജഡത്തിൻ്റെ ബലഹീനത. ഒരു മനുഷ്യനും സ്വയപ്രയത്നത്താൽ മാറ്റാൻ കഴിയാത്തൊരു സ്വഭാവമാണ് പാപം ചെയ്യുക എന്നൊരു സ്വഭാവം. എന്ന് പറഞ്ഞാൽ ഇത് സ്വയമായിട്ട് മാറ്റാൻ കഴിയത്തില്ല. അതുകൊണ്ട് ചിലർ പറയും, ഞാൻ നാളെ മുതൽ എന്ത് ചെയ്യാൻ പോവാ? നന്നാകാൻ പോവാ. ഇത് 10 പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ആ വ്യക്തി എന്ത് ചെയ്യത്തില്ല? നന്നാകത്തില്ല. അതുകൊണ്ട് ഈ മദ്യപിക്കുന്നവർ പറയുന്നത്, ഞാൻ അടുത്ത ദിവസം തൊട്ട് എന്ത് ചെയ്യും? മദ്യപാനം നിർത്തും. ക്രിസ്മസ് കഴിയുമ്പോൾ നിർത്തും, ഓണം കഴിയുമ്പോൾ നിർത്തും, പെരുന്നാൾ കഴിയുമ്പോൾ നിർത്തും, 1-ാം തീയതി നിർത്തും, എൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേയും കൂടെ ആഘോഷിച്ചിട്ട് നിർത്തും. നിർത്താൻ പറ്റില്ല. കാരണം അവരുടെ ആന്തരികമായിട്ട് അടിമത്തം കിടക്കുന്നിടത്തോളം ഈ അടിമത്തത്തെ സ്വയത്തിൽ നിർത്താൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. കാരണം വിഷയം കിടക്കുന്നത് ആന്തരികമാണ്. ന്യായപ്രമാണമെന്ന് എഴുതപ്പെട്ട ബാഹ്യ പ്രമാണം കൊടുത്തിട്ടും ഇത് വായിച്ചവൻ തന്നെ പാപം ചെയ്തു. കൊല ചെയ്യരുതെന്ന് വായിച്ചു, മോഷ്ടിക്കരുതെന്ന് വായിച്ചു, മോഹിക്കരുതെന്ന് വായിച്ചു, വ്യഭിചാരം ചെയ്യരുതെന്ന് വായിച്ചു. ഇത് മുഴുവൻ വായിച്ചവർ തന്നെ അത് ചെയ്തു. കാരണം അവരുടെ വിഷയം എഴുതപ്പെട്ട പ്രമാണത്തിനും അവരുടെ ഹൃദയത്തെ തൊട്ടു മാറ്റാൻ കഴിയത്തില്ല. അന്തരാത്മാവിൽ വിഷയം കിടക്കുക. അപ്പം എഴുതപ്പെട്ട പ്രമാണം ലംഘിച്ചതുകൊണ്ട് എഴുതിയ ദൈവത്തിന് അവരെ ശിക്ഷിക്കേണ്ടി വന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു, ന്യായപ്രമാണം കൊല്ലുന്ന പ്രമാണമായി മാറി. കാരണം ദൈവത്തിൻ്റെ സ്വഭാവമാണത്. ദൈവം എഴുതിയതിന് മാറ്റമില്ല. ദൈവം എഴുതിയതാണ്. ദൈവത്തിൻ്റെ നീതി നീതിയാണ്. അത് എല്ലാവർക്കും ദൈവത്തിൻ്റെ നീതിയാണ്. എഴുതിയത് ദൈവം മാറ്റത്തില്ല. അതുകൊണ്ട് ഇവർ അത് പാലിക്കാത്തത് കൊണ്ട് ഇവർക്ക് മരണം വന്നു. മരണത്തിനകത്ത് കീഴ്പ്പെട്ടിവർ പോയി. അന്നേരം കൊല്ലുന്ന പ്രമാണമായി മാറി. അപ്പോൾ ഒരു കാര്യം, ന്യായപ്രമാണവും പൂർത്തീകരിക്കാൻ അവർക്ക് കഴിയാതെ ഇരുന്നപ്പം അടുത്തൊരു പ്രമാണം അവിടെ വന്നു. അതിൻ്റെ പേരാ കൃപയുടെ പ്രമാണം. ആ കൃപയുടെ പ്രമാണം ഉദയം ചെയ്തത് മറ്റാരും മുഖാന്തരമല്ല, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മുഖാന്തരം ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ട കൃപയുടെ പ്രമാണം. മനുഷ്യന് കഴിയാഞ്ഞത്, ജഡത്തിന് കഴിയാത്തത്, പാപത്തിന് കഴിയാഞ്ഞത്, പാപത്തിൻ്റെ ലാഞ്ചനയ്ക്കകത്തു നിന്ന് എന്നെ വിടുവിക്കേണ്ടതിന് എൻ്റെ പാപത്തെ വഹിച്ചുകൊണ്ട് ആ ശരീരത്തിൽ അത് ഏറ്റുകൊണ്ട് അവിടുന്ന് ക്രൂശിന്മേൽ കയറിയപ്പം എനിക്ക് ലഭിച്ചത് അവിടുത്തെ അടിപ്പിണരുകളാൽ ഉള്ള സൗഖ്യം എൻ്റെ അന്തരാത്മാവിൽ സംഭവിച്ചപ്പോൾ ഇനിമേ ഞാൻ പാപത്തിൻ്റെ അടിമയല്ല, ഇനിമേ ഞാൻ ശാപത്തിൻ്റെ അടിമയല്ല, ഇനിമേ ഞാൻ ന്യായ പ്രമാണത്തിനല്ല അധീനൻ, ഞാൻ കൃപയ്ക്ക് അവകാശിയായി തീർന്നു. അവിടെ സംഭവിച്ച പ്രമാണം, കൃപയുടെ പ്രമാണം ഉദയം ചെയ്യപ്പെട്ടു. അത് യേശുക്രിസ്തു മുഖാന്തരം. അവിടെ പറഞ്ഞു, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സദൃശ്യത്തിലും പാപം നിമിത്തവും ലോകത്തേക്ക് അയച്ചു. അടുത്ത പദം, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. എൻ്റെ ജഡത്തിൽ വരേണ്ട ശിക്ഷ എനിക്ക് പകരക്കാരനായി എൻ്റെ കർത്താവ് വഹിച്ചു. ആ ശിക്ഷ ആ ശരീരത്തിൽ വഹിച്ചപ്പം മാറിപ്പോയത് എൻ്റെ ശിക്ഷയാണ്. ആ ശരീരത്തിൽ ദംസനമേറ്റപ്പോൾ, ആ ശരീരത്തിൽ ദണ്ഡനമേറ്റപ്പോൾ മാറിപ്പോയത് എൻ്റെ ശരീരത്തിൽ വരേണ്ട തകർച്ചയാ. അവിടുന്ന് എൻ്റെ പകരക്കാരനായി ആ ക്രൂശിന്മേൽ കയറിയപ്പം എനിക്ക് മുമ്പിൽ എഴുതി വെച്ച എഴുത്തുകൾ മാറിപ്പോയി. എനിക്ക് മുമ്പിൽ എഴുതി വെച്ച വിരോധമായ കൈയെഴുത്തുകൾ മാറിപ്പോയി. തിന്മയുടെ തേരോട്ടങ്ങൾ മാറിപ്പോയി. യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം ലഭിച്ചെങ്കിൽ ഇന്ന് രാത്രി അന്തരാത്മാവിൽ നിറഞ്ഞ് സ്തോത്രം പറയാൻ ഒറ്റക്കാര്യം. ഇന്ന് രാത്രി യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രമെന്ന് അകം നിറഞ്ഞ് ഇന്ന് രാത്രി നന്ദി പറയാൻ മനസ്സുള്ളവർ ഈ ഹോളിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർ ഒന്നിച്ചു ചേർന്ന് ഇന്ന് രാത്രി നമ്മുടെ രക്ഷാ നായകന് ധൈര്യത്തോടെ നന്ദി പറയാം. ഹല്ലേലൂയ. യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ അന്തരാത്മാവിൽ ജയം സംഭവിച്ചു.
ഇങ്ങനെ ജയം ലഭിച്ചപ്പം അടുത്തൊരു ചലഞ്ച് കിടപ്പുണ്ട്. ഈ കൃപയുടെ പ്രമാണത്തിനകത്ത് നമ്മൾ വന്നപ്പം നമ്മുടെ അകത്ത് എന്ത് സംഭവിച്ചു? മാറ്റം വന്നു. നമ്മൾ പുതിയ മനുഷ്യനായി തീർന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. പക്ഷെ പുതിയ സൃഷ്ടിയായത് ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ അന്തരാത്മാവിൽ എനിക്ക് മാറ്റം വന്നു. ഞാൻ ക്രിസ്തുവിലായി. പക്ഷേ നാളെ ഞാൻ ഇറങ്ങാൻ പോകുന്ന ലോകം പഴയതാ, ഒരു മാറ്റവും വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഞാൻ ജീവിച്ച സെയിം കറപ്റ്റഡ് വേൾഡ്, പഴയ ലോകം, പഴയ ആൾക്കാർ, പഴയ വ്യവസ്ഥിതി, പഴയ സമൂഹം, പഴയ വികാരങ്ങൾ, പഴയ വിചാരങ്ങൾ, പഴയ ആലോചനകൾ എല്ലാം പഴയതാ. ഇതിന് വല്ലതും പുതിയത് വന്നിട്ടുണ്ടോ? ഇത് ഓരോ ദിവസവും വേഴ്സൺ ആയിക്കൊണ്ടിരിക്കുക. ഇത് ഓരോ ദിവസം കറപ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇത് ഓരോ ദിവസവും തിന്മയാ. നമ്മൾ അന്തരാത്മാവിൽ മാറിയിട്ട് ക്യാമ്പസിൽ ചെന്നാൽ പഴയ ക്യാമ്പസ് തന്നെ, ഇന്നലത്തെ ക്യാമ്പസ് തന്നെ ഇന്നത്തെയും ക്യാമ്പസ്. നമ്മൾ അല്ലെങ്കിൽ ഡ്യൂട്ടി സ്ഥലത്ത് പോയാൽ പഴയ ഓഫീസ് തന്നെ ഇന്നത്തെയും ഓഫീസ്. ഓഫീസിൽ ആൾക്കാർക്ക് മാറ്റം വന്നിട്ടില്ല, ഓഫീസിന് മാറ്റം വന്നിട്ടില്ല, അതിനകത്ത് ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല, അവിടെ സംസാരിക്കുന്ന ടോണുകൾക്ക് മാറ്റം വന്നിട്ടില്ല. ആകെ മാറ്റം വന്നത് എനിക്ക് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്തെല്ലാം സാധ്യതകൾ എൻ്റെ മുമ്പിലുണ്ടോ ആ മുഴുവൻ സാധ്യതകൾ ഇന്നും എൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ പഴയ സാധ്യതകളും അവസരങ്ങളും എന്നെ വീഴ്ത്താതിരിക്കേണ്ടതിന് എഴുതപ്പെട്ടൊരു പ്രമാണമല്ല, എൻ്റെ അന്തരാത്മാവിൽ മറ്റൊരു പ്രമാണം ദൈവം തന്നു. ആ പ്രമാണമാണ് 8-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ചു നടക്കുന്ന നമ്മിൽ. ഇത്രയും കാലം എഴുതപ്പെട്ട പ്രമാണം എന്നെ നിയന്ത്രിക്കപ്പോൾ, അതെനിക്ക് അനുസരിക്കാൻ കഴിയാതിരുന്നപ്പം, എൻ്റെ പകരക്കാരൻ ക്രൂശിൽ മരിച്ചത് വിശ്വാസത്താൽ ഞാൻ ഏറ്റെടുത്തപ്പം എൻ്റെ അന്തരാത്മാവിൽ തന്ന ഒരു പുതിയ പ്രമാണം, അത് ദൈവാത്മാവിൻ്റെ പ്രമാണമാണ്. ഈ ആത്മാവിനെ എനിക്ക് തന്നത് എൻ്റെ അന്തരാത്മാവില്ല. ഇതകത്ത് തന്നത് വെറുതെ തന്നതല്ല. ഇതകത്ത് തന്നത് ഫോർമാലിറ്റിക്ക് തന്നതല്ല. ഇതകത്ത് തന്നത് ഞാൻ എവിടെ തോറ്റുപോ, ഞാൻ എവിടെ തകർന്നു പോ, ഞാൻ എവിടെ വീണു പോയോ, ഞാൻ എന്തിനോട് വീണു പോയോ, ഏതു സാഹചര്യം എന്നെ തോൽപ്പിച്ചോ, ആ സാഹചര്യത്തിന്റെ നടുവിൽ ഈ ആത്മാവിന്റെ ശക്തിയാൽ എനിക്ക് അതിനെ ജയിക്കാൻ എൻ്റെ അകത്ത് ദൈവം എനിക്ക് തന്നതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ഇന്ന് രാത്രി നമ്മൾ തോറ്റ ഇടത്ത്, നാം തകർന്ന ഇടത്ത്, നമ്മൾ നിരായുധരായി പോയ ഇടത്ത്, ഇന്ന് രാത്രി അതിന്മേലെല്ലാം ജയമെടുക്കാൻ അന്തരാത്മാവിൽ ദൈവം പകർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ രാത്രി അനുഭവിക്കുന്ന ദൈവമക്കൾ ഈ ഹോളിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ആത്മാവിലെ ആർജിച്ചെടുത്ത ആത്മശക്തിയാൽ ഇന്ന് രാത്രി ധൈര്യത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങുക. ഇതിനെ ജയിക്കുവാൻ ദൈവം എൻ്റെ അകത്ത് പകർന്ന ദൈവിക അധികാരം. ജീസസ്, ഏതിടത്ത് തോറ്റോ ഇന്ന് നാം അവിടെ ജയിക്കും. ഇതാണ് ഒരുവൻ്റെ അകത്ത് ആത്മാവ് പറയുന്ന ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത്. നമ്മൾ എന്തിനോട് തോറ്റോ ഇന്ന് നമ്മൾ അതിനെ ജയിക്കും. നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണം പലതും വേണ്ടെന്ന് പറയുന്നത് ആഗ്രഹം പോയിട്ടല്ല. ഷുഗർ ഉള്ളവരോട് ചോദിക്കുന്ന ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്ന്. മധുരത്തോട് ആഗ്രഹം പോയിട്ടല്ല മധുരം കഴിക്കാതിരിക്കുന്നേ ആണോ? അല്ല, മറിച്ച് ഡയബറ്റീസ് 400 അടിച്ചത് കണ്ട അതല്ല. അച്ഛന് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മമ്മ കണ്ണുരുട്ടും, നടക്കത്തില്ല. അതുകൊണ്ടാണ് ചിലയിടത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സൈഡിലോട്ട് നോക്കും, അല്ലെങ്കിൽ അവിടുന്ന് ഒരു വിറപ്പീര് വരും. ആഗ്രഹം മരിച്ചിട്ടല്ല. കല്യാണത്തിന് പോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഡെസേർട്ട് തുടരുതെന്നുണ്ട്. പക്ഷേ എന്നാലും പറയും 2 പോയിന്റ് കൂടുതൽ എടുത്തോളാം, എന്നാലും എന്ത് കഴിക്കും? അപ്പം ആഗ്രഹം മരിച്ചിട്ടില്ല, ആഗ്രഹം മരിച്ചിട്ടില്ല. അപ്പം ആഗ്രഹം മരിച്ചിട്ടല്ല മധുരം വേണ്ടെന്ന് പറഞ്ഞേ. പല ആഗ്രഹങ്ങളും മരിച്ചിട്ടല്ല നമ്മൾ പലതിനോടും വർജനം ചെയ്യുന്നേ. സാഹചര്യം കൊണ്ട് വർജനം ചെയ്യുന്നതാ, അവസ്ഥ കൊണ്ട് വർജനം ചെയ്യുന്നതാ. പക്ഷെ പാപത്തോടുള്ള വിഷയത്തിൽ ആത്മാവ് നമ്മുടെ അകത്ത് വരുത്തുന്ന ഒരു അവസ്ഥയുണ്ട്. യേശുക്രിസ്തു മുഖാന്തരം ജയം അകത്ത് സംഭവിച്ച് ആത്മാവിനെ നാം ജീവിച്ചു തുടങ്ങുമ്പം ഇന്നലെ എന്തിനാണോ നമ്മൾ അടിമ, ഇന്ന് അതിനെ നമ്മൾ വെറുക്കും.
അത് നമുക്ക് അറപ്പായി തോന്നും, അത് നമുക്ക് വെറുപ്പായി തോന്നും. എന്ന് പറഞ്ഞാൽ ഏതു നമ്മളെ മത്തു പിടിപ്പിച്ചതിനെ അറപ്പോടെ കാണാൻ, വെറുപ്പോടെ കാണാൻ, അതിൽ നിന്ന് ഓടിപ്പോകാൻ എൻ്റെ അകത്ത് എനിക്ക് ബലം പകരുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. എവിടെ തോറ്റോ, ഏതിനോട് തോറ്റോ, ഇന്ന് രാത്രി അതിനോട് ജയിക്കണമോ? ഈ ആത്മശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. ഈ ആത്മശക്തി നമ്മുടെ അന്തരാത്മാവിൽ നിയന്ത്രിക്കട്ടെ. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ സമൂല നിയന്ത്രണത്തിനകത്തേക്ക് വരട്ടെ. കാരണം ഇത് കേവലം ഒരു പവർ അല്ല, ഇതൊരു വ്യക്തിയാണ്. ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പം ഇറ്റ്സ് നോട്ട് എ പവർ. ഇത് പവർ ഉണ്ട് ഇതിനകത്ത്. പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് ശക്തിയുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് അധികാരമുണ്ട്. പക്ഷെ ഇതൊരു വ്യക്തിയാ, ഇതൊരു പേഴ്സണാ. അതുകൊണ്ട് പാരാക്ലീറ്റസ് എന്ന പദമൊക്കെ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചാൽ ഒരു വ്യക്തിക്ക് കൈപിടിച്ച് നടത്താൻ പറ്റുന്ന, ഒരു വ്യക്തിക്ക് വഴിതിരിച്ചു വിടാൻ പറ്റുന്ന, ഒരു വ്യക്തിക്ക് കൂടെ ഇരിക്കാൻ പറ്റുന്ന, വികാരവും വിചാരവും നിയന്ത്രണാധികാരവും സർവാധികാരവുമുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവെങ്കിൽ ആ വ്യക്തി അകത്തു വ്യാപരിക്കുന്ന, കൂടെ നടക്കുന്ന, കൂടെ സഞ്ചരിക്കുന്ന ഒരുവനാണെങ്കിൽ സകലത്തെയും ജയിക്കാൻ. ഇന്ന് രാത്രി എത്ര പേർക്ക് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? തോറ്റുകിടന്ന ഇടത്ത് ഇന്ന് രാത്രി തല ഉയർത്തി നിന്ന് ജയിക്കും. പരാജയപ്പെട്ടതിനെ ഇന്ന് രാത്രി തല ഉയർത്തി നിന്ന് ജയിക്കും. ഏതിനോട് തോറ്റുപോയോ അതിനെ തിരിച്ചു വെല്ലുവിളിച്ച് ജയിക്കാൻ എൻ്റെ അകത്ത് വസിക്കുന്ന ആത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ധൈര്യത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങുക. ആത്മാവിനെ എനിക്ക് ജയിക്കാൻ കഴിയും. ഈ ആത്മാവാണ് നമ്മൾ ജയിക്കുന്നതിൻ്റെ സെൻട്രൽ പോയിന്റ്, ഗൗരവ കാരണം. നമ്മുടെ അകത്ത് വസിക്കുന്ന ദൈവാത്മാവാ. അപ്പോൾ ഈ ആത്മാവ് എങ്ങനെ ഇടപെടും? ഞാൻ ഈ റോമാലേഖനത്തിൽ നിന്ന് പ്രധാനമായി ഒരു 5 കാര്യമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഈ പരിശുദ്ധാത്മാവെന്ന വ്യക്തി ഒരുവനിൽ വരുത്തുന്ന 5 പ്രധാനപ്പെട്ട കാര്യം. 1, നമ്മെ റീജനറേറ്റ് ചെയ്യുന്ന പരിശുദ്ധാത്മാവ്, നമ്മെ പുനർജീവിപ്പിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. 8ാം അധ്യായം അതിൻ്റെ 2ാമത്തെ വാക്യം, ഞാൻ ഓൾറെഡി അതിൻ്റെ 3ാം വാക്യം പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഉണ്ട് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പം ഈ പരിശുദ്ധാത്മാവ് ജീവൻ വരുത്തിയ ആ പ്രധാന അവസ്ഥ നിങ്ങൾ കണ്ടോ? നമ്മൾ പാപത്തിൽ മരിച്ചവരായിരുന്നു. കുറേയും കൂടെ എഫേസ്യ ലേഖനത്തിൻ്റെ വാക്യത്തിൽ വരാം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ. അപ്പം നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? വി ആർ ഡെഡ്. നമ്മൾ മരിച്ചവരായിരുന്നു, നാം തകർന്നവരായിരുന്നു. പക്ഷെ ഇപ്പം എന്തു സംഭവിച്ചു? ജീവൻ വന്നു. ഈ ജീവൻ വന്നതിൻ്റെ കാരണം ഇവിടെ പറഞ്ഞത് ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി എന്ന് പറഞ്ഞാൽ ഞാൻ തോറ്റിടത്ത് നിന്ന്, മരിച്ചിടത്തു നിന്ന് ഈ ആത്മാവ് എനിക്ക് ജീവൻ തരുവാനിടയായി. അപ്പം ഈ പരിശുദ്ധാത്മാവിൻ്റെ നേച്ചർ എന്താണ്? ഇത് റീജനറേറ്റ് ചെയ്യുന്ന ആത്മാവാണ്, ഇത് പുനർജീവിപ്പിക്കുന്ന ആത്മാവാണ്. തുടങ്ങുന്ന പുസ്തകം തൊട്ട് ഈ ജീവൻ്റെ അനുഭവങ്ങൾ കിടപ്പുണ്ട്, തുടങ്ങുന്ന പുസ്തകം തൊട്ട്. അതുകൊണ്ടാണ് ആദ്യത്തെ ആ പുസ്തകത്തിനകത്ത് തന്നെ ആ പദം കിടപ്പുണ്ട്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചതിനകത്ത് പാഴും ശൂന്യമായി തീർന്നു, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പൊരുന്നിരുന്നു, നിറഞ്ഞിരുന്നു, നിയന്ത്രിച്ചിരുന്നു. ഈ പദങ്ങളൊക്കെ പറയുന്നത് ആ പാഴും ശൂന്യമായിടത്ത് ആത്മാവ് പൊരുന്നിരുന്നു. ആശയം ഇതിനപ്പുറത്ത് വെളിച്ചമുണ്ടാകട്ടെ എന്ന ഒരു പദം വരുമ്പം വെളിച്ചത്തിനപ്പുറത്ത് ദൈവത്തിൻ്റെ വായിന്ന് പുറപ്പെടുന്ന വാക്കിനാൽ ജീവൻ അവിടെ ഉളവാകപ്പെടും. അപ്പം ജീവൻ ഉളവാകുന്നതിന് മുൻപ് ആത്മാവിനാൽ ഈ മേഖല മുഴുവൻ നിയന്ത്രിക്കപ്പെട്ടു പൊരുന്നിരുന്നെങ്കിൽ ഈ ആത്മാവ് ഉള്ളിടത്ത്, ആത്മാവ് വസിക്കുന്നിടത്ത് ഒരു കാര്യം ഉറപ്പാണ്, ജീവൻ കൈമാറപ്പെടും, പുനർജീവനം സംഭവിക്കും. ഇന്ന് രാത്രി ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ പരാജയ ഭീതിയ മുഴങ്ങി നിൽക്കുന്നതെങ്കിൽ, തോറ്റതിനോട് പിന്നെയും തോറ്റുകൊണ്ടിരിക്കുന്നു, ജയിക്കാൻ കഴിയുന്നില്ല, പരാജയ
ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഡെഡായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ തോൽക്കുന്നതിനോട് തന്നെ ആവർത്തിച്ച് തോറ്റുകൊണ്ടിരിക്കുന്നു. അതിനെ ജയിക്കാൻ കഴിയുന്നില്ല. അത് പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ, അത് ദൈവിക വചനധ്യാനത്തിൻ്റെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ദൈവിക ധാർമ്മികതയുടെ അനുഭവങ്ങൾ, തോറ്റതിനകത്ത് നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ഗൗരവമായിട്ട് ഈ ദൂതനെ ഹൃദയത്തിനകത്ത് സ്വീകരിച്ച് ദൈവാത്മാവേ, ആഴത്തിൽ എൻ്റെ അന്തരാത്മാവിൽ ഒന്ന് ഇറങ്ങി വന്ന് തോൽവി മുടങ്ങിയ ചില മേഖലകളിൽ ഇന്ന് രാത്രി ജയത്തിൻ്റെ വ്യാപാരങ്ങൾ വ്യാപരിച്ച് ഇതിനകത്തൊരു ജീവൻ പുറത്തു കൊണ്ടുവരണമെന്ന് അകത്താഗ്രഹിക്കുന്നവർ ഈ യോഗത്തിനകത്ത് ഇന്ന് രാത്രി പങ്കെടുക്കുന്നെങ്കിൽ ഈ ആത്മവ്യാപാരം നിങ്ങളുടെ മേൽ പകർന്ന് ചില ജീവന്റെ കൈമാറ്റങ്ങൾ എവിടെ തോറ്റോ ആ തോറ്റതിനോട് തോൽവിയുടെ മേഖലകൾ, മരണമുഖങ്ങളെ ഇന്ന് രാത്രി ജയിക്കാൻ കഴിയുന്ന അത്യുന്നതന്റെ അത്ഭുത വ്യാപാരങ്ങൾ ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നത് അനുഭവിക്കുന്ന ദൈവമക്കൾ ഈ ഹോളിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അധികാരത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങട്ടെ. തോൽവിയുടെ മേഖലകൾ ഇന്ന് രാത്രി ജയത്തിന്റെ മേഖലകളായി മാറട്ടെ. അസാധ്യതയുടെ മേഖലകൾ ദൈവാത്മാവിന്റെ ജീവൻ കൈമാറുന്ന മേഖലകളായി മാറട്ടെ. പുനർജീവനത്തിന്റെ ശക്തി ഇന്ന് രാത്രി നമ്മെ സ്പർശിക്കുന്ന ഇടങ്ങളായി മാറട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ പുനർജീവിപ്പിക്കുന്ന ആത്മാവാ. അവിടെ കൊണ്ട് പക്ഷെ തീരുന്നില്ല. ഇത് ഈ ഭൂമിയിൽ നമുക്ക് ജീവൻ തന്നു, പക്ഷെ നമ്മൾ ഈ പ്രോസസ്സ് തുടരുക, ഈ ആത്മാവിൻ്റെ സഹായത്താൽ ഇത് കണ്ടിന്യൂ ചെയ്യുക. എന്നാൽ ഇനി ഇതിൻ്റെ ഒരു ഗ്ലോറിയസ് അവസാനമുണ്ട്. പുനർജീവനത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുന്ന ഒരു അനുഭവമുണ്ട്. അത് റോമാലേഖനം 8:11 വാക്യം അത് പറയുന്നേ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അപ്പൊ ഒന്ന്, നമ്മുടെ പാപാവസ്ഥക്കകത്ത് മരിച്ചവരായിരുന്ന നമ്മെ ജീവൻ തന്നു, ആത്മീയ ജീവിതത്തിന്റെ ഇരുട്ടിനകത്തുനിന്ന് വെളിച്ചം തന്നു. അനുദിന ജീവിതത്തിൽ ജീവിപ്പിക്കാൻ ഈ ആത്മാവ് നമ്മുടെ കൂടെ നിന്നു. എന്നാൽ ഇനിയൊരു അവസാനമുണ്ട്, ഈ പുനർജീവനത്തിൻ്റെ അവസാനം. ഇതുവരെയും നമ്മുടെ ആത്മാവ് മാത്രമേ വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ളൂ. ഈ ശരീരത്തിന് ഇപ്പോഴും ദ്രവത്വമുണ്ട്, ഈ ശരീരത്തിന് ഇപ്പോഴും രോഗമുണ്ട്, ഈ ശരീരത്തെ ഗ്രസിക്കുന്ന മരണം ഇപ്പോഴുമുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഓരോരുത്തർക്കും നേരെ വരും. പക്ഷേ ഈ ആത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നമുക്കൊരു ഉറപ്പുണ്ട്. അതാ ഇവിടെ വായിച്ചത്, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്നവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ഈ ആത്മാവ് വസിക്കുന്നുവെങ്കിൽ സംഭവിക്കുന്നത് മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കുമെന്ന്. ഇതിന്റെ ജീവൻ ഇവിടെ കെടുന്നില്ല, ഇതിന്റെ ജീവൻ ഇവിടെ മരിക്കുന്നില്ല. മണ്ണോട് മണ്ണായി നാം അമർന്നു പോയാലും എൻ കാന്തൻ യേശു എന്നെ ജീവിപ്പിക്കുമെന്ന് ഈ ആത്മശക്തി അകത്തു വ്യാപരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആ ശക്തി അകത്തു വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, ദ്രവത്വത്തിന് എന്നെ തൊടാൻ കഴിയത്തില്ല, ദാസ്യത്വത്തിന് എന്നെ തൊടാൻ കഴിയത്തില്ല, ഇവിടെയുള്ള പരിമിതികൾക്ക് എന്നെ തൊടാൻ കഴിയത്തില്ല. ജീസസ്, രോഗത്തിനോ ലോകത്തിനോ പ്രതിസന്ധികൾക്കോ മരണത്തിനോ ഒന്നിനും എന്നെ തൊടാൻ കഴിയത്തില്ല. കാരണം ഞാൻ വഹിക്കുന്നത്, എന്നിൽ വസിക്കുന്നത്, എൻ്റെ കൂടെ നടക്കുന്നത് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ്. വിശ്വസിക്കുന്ന ഇന്ന് രാത്രി ആത്മശക്തിയുടെ അകത്ത് വ്യാപരിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വലിപ്പം തിരിച്ചറിയുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ എന്നെ ജീവിപ്പിക്കാൻ കഴിയുന്ന ആത്മാവ്. രാത്രി ആ ശക്തി അനുഭവിക്കുന്ന ദൈവമക്കൾ ധൈര്യത്തോടെ അന്തരാത്മാവിന്റെ ദ്രവത്വങ്ങൾ മാറി, ഇന്ന് പകൽ പരാജയ ഭീതികൾ മാറി, രോഗഭീതികൾ മാറി, ഭയപ്പെടുത്താൻ നോക്കുന്നതിനെ തിരിച്ചു വെല്ലുവിളിച്ചിട്ട് പറയണം, യേശുവിന്റെ ആത്മാവ്. ജീസസ്, എനിക്കിതിന് അടുത്ത ഭാഗം പറയണമെന്നുണ്ട്. പക്ഷേ 2 വർഷം പുറകിൽ കരിസ്മയ്ക്ക് പ്രസംഗിപ്പിച്ചാൽ 8ാം അധ്യായം പ്രസംഗിച്ചതാ. അവിടെ ഞാൻ 8ാം അധ്യായം 32 മുതൽ 36 വരെയുള്ള വാക്യത്തിനകത്തുനിന്ന് അവിടെ എടുക്കുന്ന ജയത്തെപ്പറ്റി പറഞ്ഞതാ. നിങ്ങൾക്ക് മറന്നാൽ എനിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഭാഗം കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആ ഭാഗം അവിടെ വിടുക.
ഞാൻ പറഞ്ഞത്, ആത്മാവ് നമ്മെ ജീവിപ്പിക്കുന്ന ജീവന്റെ ഏറ്റവും ഗൗരവമായ ഭാഗം ഈ ഭൂമി കൊണ്ട് തീരത്തില്ല. നാം അവിടെയും ജയിക്കും. അവിടെ വരെ ഈ ജയം നമുക്ക് തുടരാൻ അനുവദിക്കുന്ന ഒരാത്മാവാണ് നമ്മിൽ വസിക്കുന്നത്, ദൈവാത്മാവ്. ഇങ്ങനെ ഈ പരിശുദ്ധാത്മാവിനെ ഒന്ന് അറിയണം. അങ്ങനെ ആകുമ്പം നമുക്ക് ഈ ആത്മാവിനെ അത്യാവശ്യമാണെന്ന് മനസ്സിലാവും. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമല്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല, ആലയത്തിൽ മാത്രമല്ല. എനിക്ക് ഈ ആത്മാവില്ലാതെ ഓടാൻ പറ്റത്തില്ലെന്ന്, ഈ ആത്മാവിൻ്റെ സാന്നിധ്യം ഇല്ലാതെ ചലിക്കാൻ പറ്റത്തില്ലെന്ന്. കാരണം എൻ്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ, എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, എൻ്റെ നടപ്പിനോടുള്ള ബന്ധത്തിൽ, എൻ്റെ പാപത്തെ ജയിക്കുന്ന അവസ്ഥയിൽ, പിശാചിനെ ജയിക്കുന്ന അവസ്ഥയിൽ, എന്തിന്, എൻ്റെ എറ്റേണൽ റിഡംഷനോടുള്ള ബന്ധത്തിൽ. മുഴുവൻ ഈ ആത്മാവിൻ്റെ സഹായം എനിക്ക് വേണം. ഞാൻ അടുത്തൊരു പദത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യകത കുറേയും കൂടെ മനസ്സിലാകും. ഈ പരിശുദ്ധാത്മാവ് നമ്മെ ഉറപ്പിക്കുന്ന ആത്മാവ്, ആഷ്യൂർ ചെയ്യുന്ന ആത്മാവാ. അപ്പോൾ ഒന്ന്, റീജനറേറ്റ് ചെയ്യുന്ന ആത്മാവ് ഈ പരിശുദ്ധാത്മാവ്. രണ്ട്, നമ്മെ ആഷ്യൂർ ചെയ്യുന്ന ആത്മാവ്. ആഷ്യൂറൻസ് നമുക്ക് നൽകുന്നത് ഈ പരിശുദ്ധാത്മാവാ. എനിക്ക് ഏറ്റവും അധികം ഈ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു ആഷ്യൂറൻസ് ഞാൻ പറയാം. 8-ാം അധ്യായം 15-16 വാക്യം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അടുത്തത് 16. നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആഷ്യൂറൻസ് ഇതാ. മോട്ടിവേഷൻ സ്പീക്കേഴ്സിന് അടുക്കൽ പോയാൽ കിട്ടാത്ത, സൈക്കോളജിസ്റ്റിന് അടുക്കൽ പോയാൽ കിട്ടാത്ത, ലോകത്തിൻ്റെ ഒരു കേന്ദ്രങ്ങളിൽ പോയാലും കിട്ടാത്ത ഒരാഷ്യൂറൻസ് നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് തരുന്നത് ദൈവാത്മാവാ. എന്താ ഈ ആത്മാവ് നമുക്ക് ആഷ്യൂറൻസ്? മോനെ, നീ ദൈവത്തിൻ്റെ മകനാ. ശരിക്കും കർത്താവിനെ തുള്ളിച്ചാടി മഹത്വപ്പെടുത്താൻ ഇതിനേക്കാൾ വലിയൊരു കാരണം വേണ്ട. കാരണം ഇവിടെ നമ്മൾ ഏറ്റവും അഭിമാനിക്കും അല്ലെങ്കിൽ നമുക്ക് തന്ന നല്ല പിതാക്കന്മാരിൽ, മാതാക്കളിൽ, കുടുംബങ്ങളിൽ, ദേശങ്ങളിലൊക്കെ നമ്മൾ അഭിമാനിക്കും. പക്ഷേ സകലത്തിൻ്റെയും കാരണഭൂതൻ എൻ്റെ അപ്പനാണെന്നും പ്രാദേശിക വിഷയത്തിനകത്ത് ടെൻഷൻ അടിക്കുന്നവരാ നമ്മൾ. അന്താരാഷ്ട്ര വിഷയത്തിനകത്ത് ടെൻഷൻ അടിക്കാൻ പാകത്തിനൊന്നും നമ്മളിപ്പോൾ എത്തിയിട്ടില്ല. അത് ടെൻഷൻ അടിക്കേണ്ടവരെന്ത് ചെയ്തോളും? വാണിജ്യ യുദ്ധത്തെപ്പറ്റി ട്രംപും ട്രൂഡോയും കൂടെ ടെൻഷൻ അടിച്ചോളും. അല്ലെങ്കിൽ സാമ്പത്തിക ഉടമ്പടിയെപ്പറ്റി നെതന്യാഹുവും പൂട്ടിനും കൂടെ അവർ തമ്മിൽ ചർച്ച ചെയ്തോളും. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ടെൻഷൻ അടിക്കാൻ പാകത്തിന് നമ്മൾ എത്തിയിട്ടില്ല. നമുക്ക് അന്താരാഷ്ട്ര വിഷയത്തിൻ്റെ ടെൻഷനൊന്നുമില്ല. നമ്മൾ അനുഭവിക്കുന്ന ടെൻഷനുകൾ പലതും പ്രാദേശിക അല്ലെ, കുറേയും കൂടെ പറഞ്ഞാൽ ഡൊമസ്റ്റിക്കാ, കുടുംബപരമാ. കൂടുതൽ ഒരു 90%, 80% നമ്മുടെ ടെൻഷനൊക്കെ ഡൊമസ്റ്റിക്കാ, കുടുംബപരമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. ഒരല്പം കൂടെ നീങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണലായിട്ടാണ് നമ്മൾ ടെൻഷൻ അനുഭവിക്കുന്നത്. ഇതിനകത്താണ് മനുഷ്യനൊരു 90-95% കിടക്കുന്നത്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഞാൻ ആരുടെ മകനാണെന്നുള്ളതാണ്. എൻ്റെ ടെൻഷൻ പ്രാദേശികമാണെങ്കിൽ, എൻ്റെ ടെൻഷൻ ഡൊമസ്റ്റിക് ആണെങ്കിൽ, എൻ്റെ അപ്പൻ സകലത്തിൻ്റെയും സൃഷ്ടാവാം. ഇത് നിരന്തരം അകത്തിരിക്കുന്ന ആത്മാവ് എനിക്ക് അങ്ങോട്ട് ഉറപ്പിച്ച് തന്നിട്ട്, മോനെ നീ ദൈവത്തിൻ്റെ മകനാ, നീ ദൈവത്തിൻ്റെ മകനാ. അകത്ത് നിന്ന് ഈ വിസ്പറിങ് കേൾക്കുന്ന ദൈവമക്കൾ, നീ ദൈവത്തിൻ്റെ മകനാണെന്ന് നിരന്തരം എൻ്റെ അകത്ത് പറയുന്ന ഒരു പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, എൻ്റെ അകത്ത് തിര തള്ളി കയറി വരുന്ന പ്രതിസന്ധിക്ക് മീതെ നിൽക്കുന്ന ഒരു പദമാ, ഞാൻ ദൈവത്തിൻ്റെ മകനാ, ദൈവത്തിൻ്റെ മകനാ. പരാജയ ഭീതികളുടെ പുറത്തു നിന്ന് ചവിട്ടി നൃത്തമാടുവാൻ, നമുക്ക് ജയഭേരി മുടക്കാൻ നമ്മുടെ അകത്ത് പകരുന്ന ഉറപ്പ്, ഞാൻ ദൈവത്തിൻ്റെ മകനാ. ജീസസ്, ഹല്ലേലൂയ. ചിലടത്തൊക്കെ തല താഴുമ്പം സൈക്കോളജിസ്റ്റ് പറയും, തല ഉയർത്തി എല്ലാ ദിവസവും അങ്ങോട്ട് തല ഉയർത്തി എന്നിട്ട് ബോൾഡായിട്ട് അങ്ങോട്ട് നിന്നിട്ട് പറയും, ഐ ക്യാൻ, ഐ വിൽ, എനിക്ക് കഴിയും. ഇതൊരു 100 വട്ടം അങ്ങോട്ട് പറയണമെന്ന്, എനിക്ക് കഴിയുമെന്ന് 100 വട്ടം പറയണം, ഞാനത് അച്ചീവ് ചെയ്യുമെന്ന് പറയണം. ഈ മോട്ടിവേഷൻ കാര്യം പറയും. പക്ഷെ മോട്ടിവേഷൻ സ്പീക്കേഴ്സും ചില നേരത്ത് അവർ ഒടിഞ്ഞു വീഴും. എല്ലാ മോട്ടിവേഷൻ സ്പീക്കേഴ്സും വീഴും, എല്ലാവരും തല താന്നു പോകും. എന്നാൽ അതിൻ്റെ നടുവിലും ഈ ആത്മാവകത്തുള്ള ദൈവമക്കൾ
തലതാർന്നു ഭൂമിയോട് പറ്റിച്ചേരേണ്ട അവസ്ഥക്കകത്ത് ഇറങ്ങിപ്പോകേണ്ട അകത്തും ആത്മാവകത്തെന്ന് പറയാം, മോനെ നീ ദൈവത്തിൻ്റെ മകനാ, നീ ദൈവത്തിൻ്റെ മകനാ. ശരിക്കും നിലത്ത് ചവിട്ടി പോകേണ്ട സാഹചര്യത്തിന് നടുവിലും അവനെ അതിനകത്തുനിന്ന് കുതിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു പദം, ഞാൻ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ, ഇന്ന് രാത്രി വെല്ലുവിളിക്കുന്ന സകല പൈശാചിക ആധിപത്യങ്ങളെയും സകല ദുരാത്മ മേഖലകളെയും ഇന്ന് രാത്രി വെല്ലുവിളിച്ചുകൊണ്ട് കൃപ പ്രാപിക്കുന്ന ദൈവമക്കൾ ആധരം തുറന്ന് ആ ആത്മ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞിട്ട് പറ, ഞാൻ ദൈവത്തിന്റെ മകനാ, ഞാൻ ദൈവത്തിന്റെ മകനാ, ഞാൻ ദൈവത്തിന്റെ മകനാ. ആധരം തുറന്ന് ഇന്ന് രാത്രി പറയട്ടെ, വൈരി ഈ രാത്രി നടുകുക, പൈശാചിക മേഖല ഇന്ന് രാത്രി വിറക്കുക. ദൈവത്തിന്റെ മകനെന്ന യഥാർത്ഥ ബോധ്യത്തിലും അധികാരത്തിലും രാത്രി ഭയത്തിന്റെ കെട്ടുകൾ തകർന്നു മാറട്ടെ. ഭയം നമ്മുടെ മനസ്സിൽ മൂടി വെച്ചിരിക്കുന്ന പൈശാചിക പദ്ധതികൾ മാറട്ടെ. നമ്മെ എന്നുമെന്നും നിരാശക്കകത്ത് മുഖം നോക്കുന്ന പദ്ധതികൾ മാറിയിട്ട് ആത്മാവകത്ത് പറയുന്ന ജയം ഏറ്റെടുത്തിൽ പറ, ഞാൻ ദൈവത്തിന്റെ മകന്. ആത്മാവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ആഷുറൻസ്, ഞാൻ ദൈവത്തിൻ്റെ മകനാ, ഞാൻ ദൈവത്തിൻ്റെ മകനാ. ഇതിനേക്കാൾ നമ്മുടെ ഹൃദയത്തെ ഉറപ്പിക്കുന്ന മറ്റൊരു പദവി ഇല്ല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാ. എന്നിട്ട് പറയുന്നു, ഈ മക്കളാണെങ്കിൽ നമുക്ക് എങ്ങനെ, എന്താ പദവി? പിന്നെയും ഭയപ്പെടേണ്ടതിന്. അപ്പം ഈ ഭയത്തിൻ്റെ ആത്മാവ് എപ്പോഴാണ് ഉണ്ടായിരുന്നത്? പുറയിലാണ് ഉണ്ടായിരുന്നേ. കാരണം അന്ന് ഞാൻ എന്തിൻ്റെ അടിമയായിരുന്നു? പാപത്തിൻ്റെ അടിമയായിരുന്നു. അന്ന് ഞാൻ ജഡത്തിലായിരുന്നു, ലോകത്തിൻ്റെ ഇഷ്ടത്തിലായിരുന്നു, ആകാശത്തിൻ്റെ അധികാരത്തിലായിരുന്നു. അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെ സേവിക്കുമായിരുന്നു. അമ്മായിരുന്നു ഈ ഭയം മൊത്തം അകത്ത് കയറിയേ. അമ്മായിരുന്നു ഭീതി ജീവിച്ചത്. എന്നിട്ട് പറയുക, പിന്നെയും ഭയപ്പെടേണ്ടതിന്. എന്ന് പറഞ്ഞ കൃപയാൽ ഈ നീതീകരണത്തിൻ്റെ പ്രക്രിയയിലേക്ക് നിങ്ങൾ വന്നു വിശ്വാസത്താൽ അത് അനുഭവിക്കുമ്പം പിന്നെയും ഭയപ്പെടേണ്ടതിന്. നമുക്ക് ലഭിച്ചത് എന്തല്ല? ദാസ്യത്വത്തിൻ്റെ ആത്മാവല്ല, സർവൻസ് അല്ല, കുടുംബത്തിനകത്ത് അവകാശമില്ലാത്ത ദാസനല്ല ഞാൻ, മറിച്ച് അബ്ബ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അകത്ത് അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, സ്വർഗം തുറക്കുന്ന സ്വർഗീയ ഇൻഹെറിറ്റൻസിന്റെ അവകാശികൾ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അഭിമാനത്തോടെ വിളിച്ചു പറയണം, എൻ്റെ അപ്പൻ്റെ മകനാ ഞാൻ. രാത്രി സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളായി മാറട്ടെ. സ്വർഗം തുറക്കുന്ന മനസ്സിനകത്ത് മാനുഷിക ബാരിയറിളക്കി ഇന്ന് രാത്രി പൊളിഞ്ഞ് ഈ സ്വർഗീയ വെളിപ്പാടകത്ത് കത്തുന്ന ജീസസ്. അപ്പൊ പിന്നെയും ഭയം വരുമോ? വരും. ഈ ബോധ്യമില്ലെങ്കിൽ പിന്നെയും ഭയം വരും. എന്നാൽ ഈ ബോധ്യമുണ്ടേ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. കാരണം ദൈവം എൻ്റെ അപ്പനാണെന്നും ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്നും ഞാൻ ദൈവത്തിൻ്റെ വകയാണെന്നും ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നും സ്വർഗം എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടതാണെന്നും സ്വർഗീയ അവകാശം എനിക്ക് ലഭിക്കപ്പെട്ടതാണെന്നും ഈ ബോധ്യം എൻ്റെ അകത്തുള്ളിടത്തോളം കാര്യം ഞാൻ പിന്നെ പമ്മി നിൽക്കത്തില്ല, അവനോട് എതിർത്ത് നിൽക്കും. ഭയത്തിന്റെ ആത്മാവ്, നിരാശയുടെ ആത്മാവ് ഇവിടെ എന്നെ ചവിട്ടി താഴ്ത്താൻ നിൽക്കുന്ന സകലതും എൻ്റെ മുമ്പിൽ കീഴടങ്ങും. കാരണം ഞാൻ ദൈവത്തിൻ്റെ മകനാ. രാത്രി തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ തിരിച്ച് ആത്മാവിൽ വെല്ലുവിളിക്കാൻ അകത്ത് അധികാരം ലഭിച്ചിരിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന്റെ മക്കളാണെന്ന് ബോധ്യമുള്ളവർ അധികാരത്തോടെ ഈ രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്തു തുടങ്ങട്ടെ. അസാധാരണമായ ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ.
അന്തരാത്മാവിലെ ഭയങ്ങളുടെ മേൽ, നിരാശകളുടെ മേൽ ഇന്ന് രാത്രി ദൈവമഹത്വം ഇറങ്ങി വന്ന് അകത്ത് ആഴമായി തൊടട്ടെ. ഇന്ന് രാത്രി ചിലതൊക്കെ ഇവിടെ ബ്രേക്ക് ത്രൂ ആയി മാറട്ടെ, ചിലത് ഉരുകി മാറട്ടെ, ചില ഭയങ്ങൾ ഇന്ന് രാത്രി തകരുന്ന നിമിഷങ്ങളായി. നിരന്തരം ഞാൻ തിരുവനന്തപുരത്തിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മുടെ മനസ്സിൽ ഇടാൻ പറ്റുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, അജ്ഞത തന്ന് നമ്മെ ജീവിപ്പിക്കുന്ന ഏറ്റവും വലിയ അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ ആരെന്നോ നമ്മുടെ പദവി എന്തെന്നോ നമ്മെ ബോധ്യപ്പെടുത്താതെ ഇപ്പോഴും തല കുമ്പിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും വല്ലാത്ത അവസ്ഥ. അസാധാരണ റിസോഴ്സ് നമ്മുടെ അകത്തുണ്ട്, അസാധാരണ പൊസിഷനിൽ വന്നിരിക്കുന്നേ. പ്രാപിക്കപ്പെട്ട ഈ അനുഭവത്തിൻ്റെ തലമെന്ന് പറയുന്നത് ഈ ഭൂമി കൊണ്ട് തീരുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞു, അത് തുടരുക. പക്ഷെ ഇതിനെപ്പറ്റിയുള്ള യാതൊരു അറിവും എൻ്റെ അകത്തില്ല. ഇപ്പോഴും ഞാൻ തോറ്റവനെ പോലെ ജീവിക്കുന്നെങ്കിൽ എൻ്റെ പ്രിയരെ, നമ്മെ അല്ലെങ്കിൽ ആ ഒരു ആത്യന്തികമായ വെളിപ്പാടിൽ നിന്ന് മറച്ചിട്ടിരിക്കുക. ആദ്യം സംഭവിക്കേണ്ടത് ഈ ആത്മാവിനെ തിരിച്ചറിവ് വരട്ടെ, ഗൗരവമായ തിരിച്ചറിവ് വരട്ടെ. ഞാൻ ദൈവത്തിൻ്റെ മകനാ. അങ്ങനെങ്കിൽ എൻ്റെ കുനിഞ്ഞ തല നുവരും, എൻ്റെ അകത്ത് കിടക്കുന്ന ഭയത്തിൻ്റെ ആത്മാവ് മാറും, എൻ്റെ നിരാശയുടെ അവസ്ഥകൾ കറുതി വരും. കാരണം ഞാൻ ദൈവത്തിൻ്റെ വകയാ, ഞാൻ ദൈവത്തിൻ്റെ മകനാ. പിന്നെ പിശാചിരുന്ന പോരാട്ടങ്ങൾ, പിശാചിരുന്ന പ്രതിസന്ധികൾ ഇന്ന് രാത്രി ഭയപ്പെടുത്തത്തില്ല. അതിന്മേൽ എനിക്ക് ജയമുണ്ട്, അധികാരമുണ്ട്. ബിക്കോസ് ഐ ആം ദ സൺ ഓഫ് ഗോഡ്. Oh, Shakaradhana Mashatalaria Taravia. Rathala Baratarabia. Rathala Mashiakadar. ഞാൻ ദൈവത്തിൻ്റെ മകനാ. അതുകൊണ്ട് പിന്നെയും ഭയപ്പെടാതുണ്ട്. ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അങ്ങനെ പ്രാപിക്കുമ്പം അടുത്തൊരു പദം, റോമലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നൊരു പദം എന്നെ വല്ലാതെ പിടിച്ചു നിർത്തിയൊരു പദമാണ്. അവിടെ പറയുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. അപ്പം ആദ്യത്തെ ആഷ്വറൻസ് ആത്മാവ് എനിക്ക് തന്നത്, യു ആർ ദ സൺ ഓഫ് ഗോഡ് ഓർ യു ആർ ദ ഡോട്ടർ ഓഫ് ഗോഡ്. രണ്ടാമത്തെ അഷ്വറൻസ്, നീ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ്. ഒന്ന്, ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന് ഉറപ്പ് എൻ്റെ അകത്ത് തന്നു. 2, വെറും മകനല്ല, നീ സ്നേഹിക്കപ്പെടുന്ന മകനാണ്. ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ പകരുന്നു എന്ന ഉറപ്പ് എനിക്ക് നിരന്തരം തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാ. ഇതിനേക്കാൾ നല്ലൊരു വാക്ക് വേറെ ഉണ്ടോ? ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ്. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന യൂദ ലേഖനം എഴുതുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ് നിങ്ങൾ, വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. അപ്പം നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത, ആത്മാവ് നമുക്ക് ഉറപ്പ് തരുന്നത്, നാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാ. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഈ ഉറപ്പ് എൻ്റെ അകത്ത് തരുമ്പം ഞാൻ ഫീൽ ചെയ്യും ആ ദൈവത്തിൻ്റെ ലവ്, ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ ഫീൽ ചെയ്യും, അതെനിക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവസ്നേഹത്തെപ്പറ്റി പ്രസംഗിക്കുന്നതിനേക്കാൾ, ദൈവസ്നേഹത്തെപ്പറ്റി വായിക്കുന്നതിനേക്കാൾ, ദൈവസ്നേഹത്തെപ്പറ്റി എഴുതുന്നതിനേക്കാൾ, ദൈവസ്നേഹത്തെപ്പറ്റി സെമിനാർ നടത്തുന്നതിനേക്കാൾ ആഴമാണ് ദൈവം സ്നേഹിക്കുന്നത്, അനുഭവിക്കുന്നത്. ദൈവം വാരിപ്പുണരുന്നത് അനുഭവിക്കുന്നത്, ആ സ്നേഹ വായ്പകൾ എന്നെ ചേർത്തടിക്കുന്നത് അനുഭവിക്കുന്നത്. എൻ്റെ വേദനയുടെ നടുവിൽ ആർക്കും തൊടാൻ കഴിയാത്ത മണിക്കൂറിനകത്ത് ദൈവത്തിൻ്റെ കരം എന്നെ വാരിപ്പുണരുന്നത്, ആ ദൈവ സ്നേഹം എന്നെ ചേർത്തണയ്ക്കുന്നത്, എന്നെ വാരിക്കോരി ആശ്ലേഷിക്കുന്ന ആ ദൈവ സ്നേഹത്തെ. ഓ ജീസസ്, ജീസസ്, ജീസസ്. അതൊക്കെ അനുഭവിക്കുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി, നമ്മൾ പറയുന്നതിനേക്കാൾ ഡെപ്ത് അതിന്, നമ്മൾ പ്രസംഗിക്കുന്നതിനേക്കാൾ ഡെപ്ത് അത്, നമ്മൾ എഴുതുന്നതിനേക്കാൾ ഡെപ്തടാ. ഞാൻ അനുഭവിക്കുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ദൈവം എന്നെ വാരിപ്പുണരുന്നു, എൻ്റെ രക്ഷയുടെ പദ്ധതിയിൽ എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചു.
എന്നെ രക്ഷിച്ചതിനകത്ത് എൻ്റെ ദൈവം എന്നെ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്, അത്രയ്ക്ക് എന്നെ സ്നേഹിച്ചു, അത്രയ്ക്ക് എനിക്ക് ജീവൻ തന്നു, അത്രയ്ക്ക് എന്നെ സ്നേഹിച്ച് പുത്രനാക്കി തീർത്തു. ഇന്ന് ഈ ജീവിതത്തിൽ ഞാൻ നടക്കുമ്പം ഇന്നും എന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. സ്നേഹം കുറഞ്ഞു പോകാത്തൊരപ്പൻ, സ്നേഹം കുറഞ്ഞു പോകാത്തൊരപ്പൻ, സ്നേഹത്തിൻ്റെ ഒരു കലവറയായ ഒരപ്പൻ, ഒരിക്കലും തീരാത്ത നിത്യ ഉറവ സ്നേഹം എനിക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ അപ്പൻ ഇന്ന് രാത്രി ഏത് സങ്കട താഴ്വരയിലും അപ്പ എന്ന് വിളിച്ച് ഓടിച്ചെല്ലുമ്പോൾ, മകനെ മകളെ എന്ന് വിളിച്ച് മാർബോൺ അണയ്ക്കുന്ന അപ്പൻ്റെ സ്നേഹം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ഈ ഹോളിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അകം നിറഞ്ഞ് ദൈവത്തിന് നന്ദി പറ. എന്നെ വാരിപ്പുണരുന്ന എൻ്റെ അപ്പൻ. രാത്രി ആ സ്നേഹത്തിന്റെ കരച്ചിലെ വാരിപ്പുണരുക. വല്ലാത്ത സങ്കടങ്ങളുടെ മണിക്കൂറുകളെ, വല്ലാത്ത വേദനയുടെ മണിക്കൂറുകളെ, വല്ലാത്ത ഒറ്റപ്പെടലിന്റെ മണിക്കൂറുകളെ മാറ്റി ഇന്ന് രാത്രി ആ സ്നേഹം നിങ്ങളെ വാരിപ്പുണരുക. വാരിപ്പുണരുന്ന അപ്പൻ. യോബൊക്കെ പറഞ്ഞൊരു പദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിന്നെ പറ്റി ഒരു കേൾവിയെ, നിന്റെ ലൈഫിൽ അനുഭവിച്ച സ്നേഹ, ഞാൻ നിന്നെപ്പറ്റി ഒരു കേൾവിയെ കേട്ടിരുന്നുള്ളൂ, പക്ഷെ ഇപ്പോഴോ ഞാൻ നിന്നെ കണ്ണാൽ കണ്ടിരിക്കുന്നു. താൻ പറഞ്ഞത് ഇനിയും കേട്ടറിവൊന്നുമില്ല, ആരെങ്കിലുമൊക്കെ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എനിക്ക് അവതരിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. ഞാൻ അനുഭവിച്ചു ആ സ്നേഹം, എന്നെ വാരി ചുറ്റുന്നത് ഞാൻ അനുഭവിച്ചു. നഷ്ടങ്ങളുടെ നടുവിൽ അനുഭവിച്ചു, ഒറ്റപ്പെടലിന്റെ നടുവിൽ അനുഭവിച്ചു, വേദനയുടെ നടുവിൽ അനുഭവിച്ചു. എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് രാത്രി അനുഭവിച്ചവർ, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ അല്ല, അന്തരാത്മാവിൽ ആ സ്നേഹത്തിന്റെ കരമനെ ഒന്ന് വാരി പുണരണമെന്ന് അകത്ത് ആഗ്രഹിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ വായിക തുറന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ആ സ്നേഹത്തിന്റെ കരം ഇന്ന് രാത്രി എന്നെ ഒന്ന് വാരി പുണരണം. ആദരങ്ങൾ തുറന്ന് 40 നിമിഷങ്ങൾ ആത്മാവിൽ ഇന്ന് രാത്രി ദൈവ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞു തുടങ്ങട്ടെ. 40 നിമിഷങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുത്ത് തുടങ്ങട്ടെ. ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കരം നമ്മെ വാരി പുണരുന്ന നിമിഷങ്ങളായി മാറട്ടെ. ആ പരിശുദ്ധാത്മാവ് നമ്മെ ഉറപ്പിച്ചു തന്ന ദൈവ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ ചേർന്ന് 40 നിമിഷങ്ങൾ കരങ്ങൾ അടിച്ചു ദൈവത്തിന്റെ ധൈര്യത്തോടെ മഹത്വം കൊടുത്തു തുടങ്ങട്ടെ. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങൾ ഉറപ്പാക്കപ്പെടട്ടെ. എൻ്റെ മഹാസ്നേഹത്തിന് ഇന്ന് രാത്രിയും കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. നമ്മെ രാജകീയ പുരോഹിത വംശമാക്കി, വിശുദ്ധ വർഗമാക്കി, സ്വന്തം ജനമാക്കി നമ്മെ തീർത്തു. ശ്രേഷ്ഠകരമായ പദവികൾ തന്നെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മെ എന്തിനവും ഓർപ്പിക്കുന്നു, നാം ദൈവത്തിൻ്റെ മക്കളാണ്, നാം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാണ്. എത്ര വലിയ ഭാഗ്യമാണത്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് നമ്മോട് ഈ റോമാലേഖനം പഠിപ്പിക്കുന്ന അടുത്ത ഏറ്റവും ഗൗരവമായ കാര്യം, ഈ ആത്മാവ് നമ്മെ സാങ്ക്ടിഫൈ ചെയ്യുന്ന ആത്മാവാണ്. ആത്മാവ് നമ്മെ ശുദ്ധീകരിക്കുന്ന ആത്മാവാണ്. ആത്മാവ് നമ്മെ വിശുദ്ധീകരിക്കുന്ന ആത്മാവാണ്. 8-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം പറയുന്ന ഇപ്രകാരമാണ്: നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അപ്പം ഈ ആത്മാവ് നമ്മി ചെയ്യുന്ന അടുത്ത ഏറ്റവും ഗൗരവമായ കാര്യം, അടിസ്ഥാനപരമായ കാര്യം, ഈ ആത്മാവ് നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന, ആത്മാവിൽ വസിക്കുന്നു എന്ന് പറയുന്ന, ആത്മാവിനോടൊപ്പം നടക്കുന്നു എന്ന് പറയുന്ന എല്ലാവരും, ഞാനും നിങ്ങളും അടിയന്തരമായി അത്യന്താപേക്ഷിതമായി അറിയേണ്ട കാര്യം, ആത്മാവ് നമ്മെ ശുദ്ധീകരിക്കുകയും നമ്മെ സാങ്ക്ടിഫൈ ചെയ്യുകയും ചെയ്യുന്ന ആത്മാവാണ്, വിശുദ്ധീകരിക്കുന്ന ആത്മാവാണ്. ശരിക്കും ഞാൻ പറഞ്ഞു, രക്ഷയിൽ നീതീകരണത്തിൽ ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. ഇന്ന് വിശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. അവസാനം ഞാൻ പറഞ്ഞു, ഈ ഗ്ലോറിഫൈ ചെയ്യുന്ന, തേജസ്കരിക്കുന്ന പ്രവണതയിലും ആർക്ക് സാന്നിധ്യമുണ്ട്? ഈ ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പം ഈ വിശുദ്ധീകരിക്കുന്ന സമയം അവിടെ പറയുകയാണ്, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ. അപ്പം ഈ ആത്മാവിൻ്റെ ഒരു ഗുണഗണം എന്താ? ഇതിനാൽ നമുക്ക് ശരീരത്തിൻ്റെ പ്രവൃത്തികളെ എന്ത് ചെയ്യാൻ കഴിയും? മരിപ്പിക്കാൻ കഴിയും. മരപ്പിക്കാനല്ല, മരിപ്പിക്കാൻ കഴിയും. ഈ മരപ്പിച്ചാലുള്ള പ്രത്യേകത, മരപ്പിച്ചതൊക്കെയും പഴയതുപോലെ തിരിച്ചു വരും. ജനറൽ അനസ്തേഷ്യ ചെയ്താലോ ലോക്കൽ അനസ്തേഷ്യ ചെയ്താലോ
എല്ലാത്തിൻ്റെയും പൊതു പ്രത്യേകത ഇത്ര മണിക്കൂറുകൾക്ക് ശേഷം പഴയതിലോട്ട് തിരിച്ചു വരും. മരപ്പിക്കുന്നതിനൊക്കെ തിരിച്ച് ജീവൻ വരും, പക്ഷെ മരിപ്പിക്കുന്നതിന് ജീവൻ വരത്തില്ല. പൗലോസ് തന്നെ കൊലോസി ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ജഡത്തിൻ്റെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. അപ്പം കുറേയും കൂടെ വ്യക്തം അവിടെ കാര്യങ്ങൾ. അതിനൊക്കെ തീർച്ച പറയുന്നുണ്ട്, ക്രോധം പറയുന്നുണ്ട്, എങ്ങനെ തുടങ്ങിയ അനവധി കാര്യങ്ങൾ പറയുന്നു. ഇതൊക്കെ നിങ്ങളുടെ ജഡത്തിൻ്റെ അവയവങ്ങളാണ്. അതിനെ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. ഇത് മരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നത് ഇവിടെ പറയുന്നു, ആത്മാവിനാൽ നമുക്ക് ശരീരത്തിൻ്റെ പ്രവൃത്തികളെ എന്ത് ചെയ്യാൻ കഴിയും? മരിപ്പിക്കാൻ കഴിയും. അപ്പം ഇന്നിൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ജഡപ്രവർത്തികളെ മുഴുവൻ മരിപ്പിക്കാൻ കഴിയുന്നത് ആത്മാവിനാൽ മാത്രമേ ഉള്ളൂ. അവിടെ അങ്ങനെ മരിപ്പിക്കുന്നവരെയാണ് തിരുവെടുത്ത് പറയുന്നത് വിശുദ്ധ സഹോദരന്മാരെ, വിശുദ്ധന്മാരെ. അപ്പൊ സെയിന്റ് എന്ന പദം, വിശുദ്ധൻ എന്ന പദം, ഹോളി എന്ന പദം ശരിക്കും നമ്മുടെ ദൈവ ഹോളിയാണ്. ഞാൻ എപ്പോഴും പറയും, ഈ ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന, ഈ സാങ്ക്ടിഫൈ എന്ന പ്രോസസ്സ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഗൗരവമായ മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ദൈവം വിശുദ്ധനാണ്. അടിസ്ഥാനപരമായ പദം, നമ്മുടെ ദൈവം വിശുദ്ധനാണ്. ഈ ഗോഡ് കോൺഷ്യസിനകത്ത് ജീവിക്കുമ്പോഴാണ് നമുക്ക് ആത്മാവിൻ്റെ സഹായത്തോടെ വിശുദ്ധനായിട്ട് ജീവിക്കാൻ കഴിയത്തുള്ളൂ. എൻ്റെ ദൈവം വിശുദ്ധനാണ്. ഞാൻ പറയുന്ന ഓരോ വാക്കുകളിലും ഗൗരവമായി ഒരു കാര്യം തിരിച്ചറിയണം, എൻ്റെ ദൈവം വിശുദ്ധനാണ്. എൻ്റെ ദൈവം വിശുദ്ധനാ. മൈ ഗോഡ് ഈസ് എ ഹോളി ഗോഡ്. എൻ്റെ ദൈവം വിശുദ്ധനായ ദൈവമാണ്. എൻ്റെ ദൈവത്തിൻ്റെ കണ്ണ് എന്നെ കാണുന്നുണ്ട്. എൻ്റെ ദൈവം സജീവമായി എനിക്കുമേൽ ഇടപെടൽ നടത്തുന്ന വിശുദ്ധനായ ദൈവമാണ്. ദൈവത്തിൻ്റെ സ്വഭാവ ഗുണം തന്നെയാണ് ആ ദൈവിക വിശുദ്ധി. ആർക്കും മാലിന്യമേൽപ്പിക്കാൻ കഴിയാത്ത ദൈവിക വിശുദ്ധി. ശരിക്കും ദൈവത്തിൻ്റെ വിശുദ്ധിയെയും ദൈവത്തിൻ്റെ തേജസ്സിനെയും കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ അശുദ്ധി വെളിപ്പെടുന്നത്. നമ്മൾ ധരിക്കുന്നൊക്കെ വസ്ത്രത്തിൽ നമ്മൾ പറയും, ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് വൈറ്റ്, ഇതാണ് റോയൽ വൈറ്റ്, അല്ലെങ്കിൽ ഇന്ന കളർ, ഇതാണ് ഏറ്റവും ആക്ച്വൽ കളറ്. പക്ഷേ ഇതിനൊരു പൊതു മാനദണ്ഡമുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് വെച്ചാലേ ഞാൻ എൻ്റെ വസ്ത്രം ഒറിജിനൽ വൈറ്റ് ആണോ എന്ന് മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്ന വസ്തു ഒറിജിനൽ ക്വാളിറ്റിയിലുണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. 1 കിലോ ഭാരമെന്ന് പറയുന്നത് അത് ആ ഭാരമുണ്ടോ എന്നറിയാൻ അത് പൊതു സ്റ്റാൻഡേർഡിലുള്ള ആ വെയ്റ്റിനോട് ചേർത്ത് വെച്ചാലേ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിയെ പറ്റിയുള്ള ബോധ്യമാണ് എൻ്റെ അശുദ്ധി എനിക്ക് വെളിപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ആത്മാവ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്നെ വിശുദ്ധനായ ദൈവത്തിൻ്റെ, കാരണം ആത്മാവ് ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവിക വിശുദ്ധിയുടെ ബോധ്യം എൻ്റെ അകത്ത് തന്ന് ഈ ഭൂമിയിൽ ജഡത്തിൻ്റെ അവയവങ്ങളെ മരിപ്പിച്ച്, പാപത്തിൻ്റെ പ്രവണതകളെ മരിപ്പിച്ച്, അതിന്മേൽ ജയമെടുത്ത് ഒരു വിശുദ്ധനായിട്ട് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. എത്ര പേർക്ക് ഇന്ന് രാത്രി അങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? സകല ജഡ മാലിന്യങ്ങളെയും ജയിക്കാൻ, അതിനെ മരിപ്പിക്കാൻ, അതിൻ്റെ പ്രവണതകളെ അവസാനം കുറിക്കാൻ എൻ്റെ അകത്ത് ഇടപെടുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനാൽ എനിക്ക് ഓരോ ദിനവും വിശുദ്ധീകരിക്കപ്പെടാൻ കഴിയും. അത് ഒരു ദിവസം കൊണ്ട് തീരുന്ന പ്രോസസ്സ് അല്ല, ഒരാഴ്ച കൊണ്ട് തീരുന്ന പ്രോസസ്സ് അല്ല, ഒരു 21 ഡേയ്സ് കൊണ്ട് തീരുന്ന പ്രോസസ്സ് അല്ല. ഇത് ദിനവും സംഭവിക്കുന്നതാ. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവ് ഒരുവനിൽ പ്രവർത്തിക്കുന്ന പല അനുഭവങ്ങളുണ്ട്. ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്നു, ആത്മസ്നാനം പ്രാപിക്കപ്പെടുന്നു, ആത്മനിറവിൻ്റെ അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം വ്യത്യസ്തമായിട്ട് പഠിപ്പിച്ചു വരേണ്ട ഭാഗമാണ്. പക്ഷേ ഞാനതിനെ ആത്മനിറവിൻ്റെ അനുഭവങ്ങൾ, ആത്മസ്നാനം പ്രാപിച്ച ഒരു വ്യക്തിയിൽ ഈ ആത്മനിറവിൻ്റെ അനുഭവങ്ങൾ എന്താണെന്ന് പറയാം. ആത്മസ്നാനം പ്രാപിച്ച ഒരു വ്യക്തിയിൽ ആത്മനിറവിൻ്റെ അനുഭവങ്ങൾ അത് വല്ലപ്പോഴും ഒരിക്കൽ സംഭവിച്ച, ആത്മസ്നാനം പ്രാപിച്ച ഒരു ദിവസമുണ്ട്. പക്ഷേ ആത്മനിറവ് പ്രാപിച്ച ഒരു ദിവസം എന്ന് പറയാനില്ല. കാരണം ഈ ആത്മനിറവിൻ്റെ അനുഭവങ്ങൾ ഒരു ദിവസത്തേക്കുള്ളതല്ല, എല്ലാ ദിവസവും നിറവിനകത്ത് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഈ ആത്മനിറവിൻ്റെ അനുഭവങ്ങൾ എല്ലാ ദിവസവും ആത്മനിറവ്, ആ നിറവിൽ നിന്ന് നിറവിലേക്ക് നമ്മൾ ജീവിക്കണം.
എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒന്ന് സംഭവിച്ച ഒരു പ്രതിഭാസത്തിൻ്റെ തുടർച്ചയായിട്ടല്ല നമ്മൾ പോകുന്നത്. ഓരോ ദിവസവും ആ നിറവിൽ ജീവിച്ചുകൊണ്ട്, ഓരോ ദിവസവും ആ നിറവ് പ്രാപിച്ചുകൊണ്ട്, അനുദിനം പാപത്തിൻ്റെ പ്രവൃത്തികളോട് പോരാടി നിന്നുകൊണ്ട്, പൈശാചിക മേഖലയോട് പോരാടി നിന്നുകൊണ്ട്, ഈ ഭൂമിയിൽ എന്നെ കളങ്കപ്പെടുത്താൻ നോക്കുന്ന സകലത്തിന്മേലും ഈ ആത്മാവിൻ്റെ നിറവിനാൽ ജയമെടുത്തുകൊണ്ട് ജീവിക്കേണ്ട ഒരു ജീവിതമാണ് ഈ ജീവിതമെന്ന് അകത്ത് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയണം, കർത്താവേ ഓരോ ദിവസവും ഈ നിറവെന്റെ അകത്തു തരണം. നിറവിൽ നിന്ന് നിറവിലേക്ക്. ഇത് കുറഞ്ഞു പോവല്ല, ഒരിക്കലായിട്ട് പ്രാപിച്ചിട്ട് അതിൻ്റെ ഒരു ഈ എഫക്റ്റ് കൊണ്ട് ജീവിക്കുകയല്ല. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഹിരോഷിമയിൽ ബോംബിട്ടത്, പക്ഷേ എഫക്റ്റ് ഇന്നും ഉണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ വന്നു വീണൊരു ബോംബിൻ്റെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ടെങ്കിൽ, എപ്പോഴെങ്കിലുമൊക്കെ വന്നു വീണ ഒരാത്മാവിൻ്റെ ഒരറ്റം പറ്റി ജീവിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചേ. അതല്ല സ്പിരിറ്റ് ഫിൽഡ് ലൈഫ് എന്ന് പറയുന്നേ. അതിനകത്ത് ഓരോ ദിവസവും നിറവിൻ്റെ അനുഭവമുണ്ട്, ഓരോ ദിവസവും നിറവിൻ്റെ പുതുമയുണ്ട്, ഓരോ ദിവസവും നിറവിൻ്റെ ജയമുണ്ട്. അപ്പം നിറവിൻ്റെ അനുഭവമുണ്ട്, നിറവിൻ്റെ പുതുമയുണ്ട്, നിറവിൻ്റെ ജയമുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കണം, ഈ ആത്മാവിൻ്റെ നിറവിനാൽ ഓരോ ദിവസവും എന്നിൽ പുതുമ സംഭവിക്കും. ഓരോ ദിവസവും എനിക്ക് ജയിക്കാൻ കഴിയും, ഓരോ ദിവസവും എനിക്ക് പോരാടാൻ കഴിയും, ഓരോ ദിവസവും എനിക്ക് അതിജീവിക്കാൻ കഴിയും. എത്ര പേര് ഇന്ന് രാത്രി അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? കർത്താവേ ഓരോ ദിവസവും ഈ ആത്മാവിൻ്റെ നിറവിനാൽ പുതുമയിൽ നിന്ന് പുതുമയിലേക്ക്, നിറവിൽ നിന്ന് നിറവിലേക്ക്, തികവിൽ നിന്ന് തികവിലേക്ക്, ജയത്തിൽ നിന്ന് ജയത്തിലേക്ക്. അങ്ങനെ ആത്മാവിൻ്റെ നിറവിലേക്ക് വരുമ്പോഴാണ് ക്യാരക്ടർ ഫോർമേഷൻ നടക്കുന്നത്. അവിടെയാണ് ഈ ആത്മാവ് ഒരുവൻ്റെ ഉള്ളിൽ വന്ന ഫലങ്ങളൊക്കെ പുറത്തു വരുന്നത്. അവിടെ ഈ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്ന സമയത്ത് രക്ഷയുടെ അനുഭവം, നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു, ആത്മസ്നാനം പ്രാപിച്ചു. പിന്നീടുള്ള ലൈഫ് അവിടെയാണ് ഈ ഓരോ ദിവസം ക്യാരക്ടർ ഫോർമേഷൻ വരുന്നത്. എന്ന് പറഞ്ഞാൽ അകത്ത് ആത്മാവ് ഉണ്ടെങ്കിൽ, ആത്മ നിറവിൽ ജീവിക്കുന്നെങ്കിൽ എൻ്റെ സ്വഭാവം ഓരോ ദിവസവും എൻ്റെ കർത്താവിനെ പോലെ ആയിപ്പോവും, ക്രിസ്തുവിൻ്റെ തനി സ്വരൂപമായി. ശരിക്കും റോമാലേഖനം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് ഞാൻ അനുരൂപപ്പെടും, തനി സ്വരൂപത്തോട് ഞാൻ അനുരൂപപ്പെടും, ക്രിസ്തുവിനെ പോലെയാകുന്ന അവസ്ഥയിലേക്ക് ഞാൻ മാറും. എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര അനുഭവത്തിലൊന്നും അല്ല, പക്ഷെ ഓരോ ദിവസവും ഈ നിറവ് നമ്മുടെ അകത്ത് വരുമ്പോൾ നമുക്കാരെ പോലെയാകുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. നാം ക്രിസ്തുവിനെ പോലെയാകുന്ന, അവിടെയാണ് പലതും മരിക്കുന്നത്, അവിടെയാണ് പലതും തകരുന്നത്, അവിടെയാ പലതും ചാമ്പലാകുന്നത്. പിന്നെ എൻ്റെ മുമ്പിൽ മറ്റാരുമില്ല, എൻ്റെ മുമ്പിൽ ഞാൻ ആരെയും കാണുന്നില്ല. എനിക്ക് വേണ്ടി സകല പങ്കപ്പാടുകളും സഹിച്ച് ഒരു തികഞ്ഞ പുരുഷന്റെ വെളിപ്പാട് എൻ്റെ അകത്തുള്ളപ്പോൾ എനിക്ക് പിന്നെ ഒറ്റയാഗ്രഹം, എനിക്കെൻ്റെ യേശുവിനെ പോലെയാകണം. യേശുവിനെ പോലെയാകാൻ ഓരോ ദിനവും എൻ്റെ അകത്തെന്നെ രൂപപ്പെടുത്തിയെടുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ഈ ആത്മാവുടെ ഓരോ ദിവസം എന്നെ ഒരുക്കുന്നത് ആ സ്വരൂപത്തോട് എന്നെ അനുരൂപരാക്കാൻ എന്നെ നിറയ്ക്കുന്ന ദൈവാത്മാവിൻ്റെ നിറവ്. അപ്പം ഇന്ന് രാത്രി ഇത് ആവശ്യമാണോ? ആവശ്യമാണ്. കാരണം എനിക്ക് ആരെ പോലെ ആകണം? എനിക്ക് ക്രിസ്തുവിനെ പോലെ ആകണം. അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് വരിക. ഈ ആത്മാവ് നമ്മെ ശുദ്ധീകരിക്കും. അടുത്തതായി ഈ ശുദ്ധീകരിക്കുക മാത്രമല്ല, ഈ റോമലേഖനം 7-ാം അധ്യായത്തിൽ വരുമ്പം അവിടെ 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം ഒരു പദമുണ്ട്, ഇപ്പോഴോ നാം പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നുണ്ട്. അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. കേട്ടോ, അപ്പൊ ഈ ആത്മാവ് നമുക്ക് നൽകുന്ന ഒരു സ്വാതന്ത്ര്യം, പുതുക്കം, അവിടെ നമ്മൾ തിരിച്ചറിയുന്ന ഇനിമേൽ ഞാൻ അക്ഷരത്തിൻ്റെ ആളല്ല, മറിച്ച് ഞാൻ അക്ഷരത്തിൻ്റെ പഴക്കത്തിലുമല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ. എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫ് ഒരു റിന്യൂഡ് ലൈഫാവും, എൻ്റെ ലൈഫ് ഒരു പുതുക്കത്തിൻ്റെ ജീവിതമായി മാറും. ഇനി അക്ഷരം പറയുന്ന പഴക്കത്തിലും പഴമോടിയിലും അല്ല ഞാൻ ജീവിക്കുന്നത്, ആത്മാവെന്നിൽ വരുത്തുന്ന പുതുക്കത്തിനകത്താണ് ഞാൻ സഞ്ചരിക്കുന്നത്. അപ്പം ഇന്ന് രാത്രി ആത്മാവ് നമ്മെ പുതുക്കട്ടെ, ആത്മാവ് നമ്മെ പുതുക്കട്ടെ, ആത്മാവ് നമ്മെ റിന്യൂ ചെയ്യട്ടെ, ആത്മാവ് നമ്മെ റിഫോം ചെയ്യട്ടെ, ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യട്ടെ, അത് നമ്മുടെ ക്യാരക്ടറിനെ അഫക്റ്റ് ചെയ്യട്ടെ. അങ്ങനെ വരുമ്പോഴാണ്
ഈ ആത്മാവിനാൽ നമ്മൾ എന്തായി തീരുന്നത്? നമ്മൾ സാങ്ക്ടിഫൈഡ് ആയി തീരുന്നത്, നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. അതിൻ്റെ അവസാനമാണ് നമ്മൾ തേജസ്കരിക്കപ്പെടുന്ന ഈ അനുഭവങ്ങൾ. അപ്പം ആത്മാവ് നമ്മെ ശുദ്ധീകരിക്കും. അടുത്തത് ഏറ്റവും ഇന്നിൻ്റെ ജീവിതത്തിൽ അടിയന്തരമായൊരു കാര്യം പറയാം. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇൻ്റർസീഡ് ചെയ്യും. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി തുണ നിൽക്കും, ഇട നിൽക്കും, മധ്യസ്ഥത ചെയ്യും. എനിക്ക് വേണ്ടി പറയുന്ന ഒരാത്മാവ് എനിക്കുണ്ട്. അത് കുറേയും കൂടെ ആഴത്തിൽ വരുന്നത്. അപ്പോൾ ഒന്ന് മധ്യസ്ഥത ചെയ്യും, ഇടം നിൽക്കും, ഇടപെടും, എനിക്ക് വേണ്ടി പറയുന്ന ഒരാത്മാവ് എനിക്കുണ്ട്. റോമലേഖനം 8:26-27 വാക്യങ്ങൾ ഇപ്രകാരം: ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വായിച്ചോ. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ആത്മാവ് നമ്മുടെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്ന ആത്മാവാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന ഒരു ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവ്. എനിക്ക് ഈ ഭാഗം ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ പറയുന്നൊരു പദമുണ്ട്, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ആത്മാവ്. ഇതിൻ്റെ കോണ്ടക്സ്റ്റിൽ ആ ഭാഗം വ്യാഖ്യാനിച്ച് വന്നു കഴിഞ്ഞാൽ, ന്യായപ്രമാണം ഫുൾഫിൽ ചെയ്യുക എന്ന മാനുഷിക പ്രവണത എന്നെക്കൊണ്ട് കഴിയില്ല. പക്ഷേ കൃപയുടെ പ്രമാണം ഞാൻ തിരിച്ചറിയാൻ ആത്മാവ് എനിക്ക് തുണ നിന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്തത് എനിക്ക് വേണ്ടി ഫുൾഫിൽ ചെയ്ത ക്രിസ്തുവിനെ തിരിച്ചറിയാൻ എൻ്റെ അകത്ത് ആത്മാവ് കൃപ തന്നു. അടുത്തത്, ഈ ഭൂമിയിൽ ഞാൻ കടന്നു പോകുന്ന ഈ എല്ലാ ബലഹീനതയ്ക്കും എനിക്ക് തുണ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. അറിയത് ചില നേരത്തൊന്നും പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്നറിയാത്ത മണിക്കൂറുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനത് ഒരു ഭാഗം കൂടെ പറയാം. നമ്മുടെ വായിൽ നിന്ന് ലിറ്ററൽ പ്രെയർ പുറത്തു വരാത്ത സമയമുണ്ട്. പക്ഷെ അന്നേരവും നമ്മുടെ ഇന്നർ ഗ്രോണിങ് പോലും, അകത്തെ ഞരക്കം പോലും ഒരു പ്രാർത്ഥനയായി മാറി. അത് ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം അറിയത്തക്ക നിലവാരങ്ങളിൽ സ്വർഗത്തിലെത്തുമെങ്കിൽ അതിൻ്റെ പിൻപിൽ ചലിക്കുന്നത് അകത്ത് വ്യാപരിക്കുന്ന ദൈവാത്മാവാണ്. ഞാൻ അതരം തുറന്ന് പറഞ്ഞതല്ല, ഞാൻ അതരം തുറന്ന് പ്രാർത്ഥിച്ചതല്ല. പക്ഷെ അകത്തൊന്നു ഞരങ്ങി, അകത്തൊന്നു പിടഞ്ഞു, അകത്തൊന്നു ഉടഞ്ഞു. എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയില്ല, പക്ഷെ എൻ്റെ ഹൃദയം തകർന്നത് സത്യ. അകത്തെ തകർച്ചകൾ പോലും ഒരു പ്രാർത്ഥനയായി പരിവർത്തനം ചെയ്ത് ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം അത് അറിയത്തക്ക നിലവാരങ്ങളിൽ അതിൻ്റെ പിൻപിൽ ചലിച്ചത് നമ്മുടെ അകത്തു വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി ഇട നിൽക്കുന്ന, എനിക്ക് വേണ്ടി തുണ നിൽക്കുന്ന, എനിക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന, എനിക്ക് വേണ്ടി പറയുന്ന ഒരാത്മാവ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടി തുണ നിൽക്കുക. വാക്കുകൾക്ക് പഞ്ഞമുള്ള മണിക്കൂറുണ്ട്. നമ്മൾ എത്ര മിടുക്കരാണേലും വാക്കുകൾക്ക് പഞ്ഞമുള്ള മണിക്കൂറുണ്ട്. 1 മിനിറ്റ് 100 വാക്ക് പറയുന്നവരാണേലും അവരുടെ വാക്കുകൾ പോലും മുട്ടിപ്പോകുന്ന മണിക്കൂറുണ്ട്. കരുത്തുറ്റ ഭാഷയിൽ എഴുതുന്നവരാണെങ്കിലും എഴുത്തിന് വാക്ക് കിട്ടാത്ത മണിക്കൂറുണ്ട്. എത്ര മിടുക്കന്മാരുടെയും വായി മുട്ടിപ്പോകുന്ന മണിക്കൂറുണ്ട്. ചില സാഹചര്യം അതാ. പക്ഷേ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഗ്യാരണ്ടി പറയാം, അങ്ങനൊരു മൊമെൻ്റ് എനിക്കുണ്ടേൽ, അങ്ങനൊരു മണിക്കൂർ എനിക്കുണ്ടേൽ, അങ്ങനൊരു സാഹചര്യം എനിക്കുണ്ടേൽ, എന്നാലും ഞാൻ ആകുലപ്പെടത്തില്ല. എൻ്റെ അകത്ത് വസിക്കുന്ന ആത്മാവ് അറിയാത്ത ഞരക്കങ്ങളാൽ, എനിക്ക് ഇടപെടാൻ കഴിയാത്ത മേഖലകളിൽ അത് ഇടപെട്ട് സ്വർഗത്തിൻ്റെ ദൈവം എൻ്റെ ഞരക്കങ്ങൾ അറിയത്തക്ക നിലവാരങ്ങളിൽ, അതിൻ്റെ മറുപടികൾ പുറത്തു വരത്തക്ക നിലവാരങ്ങളിൽ ഞരക്കങ്ങൾ പ്രാർത്ഥനയായി മാറുമെങ്കിൽ, ഇന്ന് രാത്രി ഉത്തരമില്ലാത്ത ആഴത്തിലെ മുറിവുകളുടെ നടുവിൽ അന്തരാത്മാവിൽ മുഴങ്ങുന്ന ചില ഞരക്കങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥനകളായിട്ട് അത് പരിവർത്തനം ചെയ്യപ്പെട്ട് സ്വർഗത്തിന്റെ വാതിൽ ഈ രാത്രി എനിക്ക് വേണ്ടി തുറക്കുന്ന മണിക്കൂറുകളായി മാറ്റപ്പെടുന്നത് വിശ്വാസത്താൽ ഇന്ന് രാത്രി കാണുന്ന ദൈവമക്കൾ ഈ ഹോളിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവർ ധൈര്യത്തോടെ ആദരങ്ങൾ തുറന്ന് ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങട്ട്. ആത്മാവരിക്കും മധ്യസ്ഥത ചെയ്യുന്ന ആത്മാവ്.
രാത്രി അസാധാരണമായി ഹൃദയത്തിന്റെ തേങ്ങലുകൾ പോലും സ്വർഗം ഈ രാത്രി തുറക്കത്തക്ക നിലവാരങ്ങളിൽ ഇവിടെ നിന്ന് ആത്മാവിന്റെ അങ്ങനെ ഒരു അസാധാരണ ഇടപെടൽ ഇതിനകത്ത് സംഭവിക്കുക. ആഴത്തിന്റെ നൊമ്പരത്തിന്റെ പിൻപിലെ കാരണങ്ങളെ അറിയുന്നവൻ ഇന്ന് രാത്രി മധ്യസ്ഥത ചെയ്യുക. ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും. ഇവിടെ പറയുന്നത്, എനിക്ക് ആ 27-ാമത്തെ വാക്യം ഭയങ്കര ഇഷ്ടമായി. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട്. എങ്ങനെയാ ഈ വിശുദ്ധനായതെന്ന് ഞാൻ പറഞ്ഞു. ഈ വിശുദ്ധനായിട്ടുള്ള യാത്ര എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിനകത്ത് ആത്മാവിൻ്റെ സഹായം ക്യാരക്ടർ ഫോർമേഷനകത്തും വിശുദ്ധീകരണ പ്രക്രിയക്കകത്തും വരുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യും. ആര്? ദൈവാത്മാവ്. ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യും. അവർക്ക് വേണ്ടിയാണ് അവരുടെ അകത്തെ ഞരക്കങ്ങൾ പോലും അവിടെ എത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനൊരു വിശുദ്ധനായി ആത്മാവിനാൽ എൻ്റെ ക്യാരക്ടർ ഫോം ചെയ്യപ്പെട്ട് പോകുന്ന ഈ യാത്രയിൽ അവിടെ എനിക്കെൻ്റെ വാക്കിലൂടെ പങ്കുവെക്കാൻ കഴിയാത്ത കാര്യവും എൻ്റെ അകത്തെ ഞരക്കത്തിലൂടെ അങ്ങ് സ്വർഗത്തിലെത്തുമെന്ന്. കാരണം അവിടെ ഇടപെടുന്നത് ദൈവാത്മാവാ. അവിടെ പറയുന്നത് ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അപ്പം ഇന്ന് രാത്രി വിശുദ്ധീകരണത്തിൻ്റെ പ്രോസസ്സിലൂടെ ആത്മാവിൻ്റെ സഹായം തേടി യാത്ര ചെയ്യുന്ന ഒരു ദൈവവേദനാണോ? ഇന്ന് രാത്രി നിങ്ങൾക്കറിയാത്ത ഞരക്കങ്ങൾ സ്വർഗം ഇന്ന് രാത്രി അറിഞ്ഞ് അതിനുള്ള മറുപടികൾക്കും ദൈവം കരം നീട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിച്ച് അനുഭവിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ആത്മാവിൻ്റെ സഹായം തേടി ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങുക. സ്വർഗം അറിയുന്നു, സ്വർഗം ഗ്രഹിക്കുന്നു, സ്വർഗം മറുപടി അയക്കുന്നു. നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ജീസസ്. ഇനിയാണ് ഞാൻ വായിച്ച ഭാഗത്തേക്ക് വരുന്നത്. അവിടെ പറയുന്നത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന അടുത്ത കാര്യം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും. ഈ വിധ പ്രോസസ് എല്ലാം നിങ്ങൾ മനസ്സിലായി. ആത്മാവ് ചെയ്യുന്ന ജീവിതങ്ങളിൽ ചെയ്യുന്ന ഈ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലായി. അതങ്ങനെ കൾമിനേറ്റ് ചെയ്ത് വന്ന് റോമാലേഖനം അങ്ങോട്ട് തീരുന്ന അധ്യായങ്ങളിലോട്ട് എത്തുമ്പം 15 കൊണ്ട് നിർത്തിയിട്ട് പൗലോസ് പറയുക, ഇത് പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ എന്തുള്ളവരായി? സമൃദ്ധിയുള്ളവരായി. അപ്പോൾ അകത്ത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം നമ്മെ പ്രത്യാശയിൽ സമൃദ്ധരാക്കി മാറ്റും. ലോകത്തിൽ ഏറ്റവും അധികം അകത്ത് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടേ, ദൈവം തന്ന പ്രത്യാശയുടെ സമൃദ്ധിയിലാണ്. കാരണം ഈ സമൃദ്ധി ഇല്ലാത്തവൻ ആലമുറയിടുക, ഈ സമൃദ്ധി ഇല്ലാത്തവൻ ജീവിതത്തിൽ പരാജിതനെ പോലെ പോവുക. ദൈവാസ്തിക്യത്തിന് നേരെ ആയുസ് മുഴുവൻ നിലവിളിച്ചിട്ട് പരാജിതനെ പോലെ തലകുത്തി മടങ്ങിയ എത്ര ചരിത്രമുണ്ടെന്നറിയോ? ഞാൻ പലയിടത്തും പറയുന്ന ഷോപ്പർ ഹോപ്പർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ചരിത്രം. ഒരു നിരീശ്വരവാൻ ഒരു ആയുസ് മുഴുവൻ ഓടി നടന്ന ദൈവാസ്തിക്യത്തിന് നേരെ ചോദ്യം ചോദിച്ചതാ. പക്ഷേ ഏറ്റവും അവസാനം വന്നിട്ട് ബോൺ ക്യാൻസർ ബാധിച്ച് മരണത്തോട് മല്ലുകെട്ടുക, ശരീരം മുഴുവൻ അസാധ്യ വേദനയിലൂടെ കടന്നു പോവുക. ഈ മനുഷ്യൻ ആലമുറയിട്ട് കരയുന്നതിനിടയ്ക്ക് എപ്പോഴോ തൻ്റെ വായിൽ നിന്ന് 1-2 പ്രാവശ്യം പുറത്തു വന്നു, മൈ ഗോഡ്, എൻ്റെ ദൈവമേ. അടുത്തുനിന്ന് നിത്യം സന്തതം ഓടുന്ന ഒരു സഹചാരി വെച്ചു, എൻ്റെ സാറേ, ഒരായുസ് മുഴുവൻ നിങ്ങൾ ഇവിടെയൊക്കെ നടന്ന് ലോകം മൊത്തം നടന്ന് പറഞ്ഞത് ഈ ദൈവമില്ലെന്നല്ലേ, പിന്നെങ്ങനെ അറിയാതാണെങ്കിൽ ഈ 2 വട്ടം ദൈവമേ എന്നൊക്കെ വിളിച്ചേ. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞൊരു പദമുണ്ട്, ഒരായുസ് മുഴുവൻ ഞാൻ ഓടി നടന്ന് പറഞ്ഞതും പങ്കുവെച്ച ഒരു കാര്യവും എൻ്റെ മനസ്സിൽ കൂടെ പോകുമ്പം ഈ വേദനയ്ക്കൊരു തെറ്റ് ആശ്വാസം കിട്ടിയിട്ടില്ല. പക്ഷെ അറിയാതാണേലും വായിൽ നിന്ന് ദൈവമേ എന്ന പദം 1-2 പ്രാവശ്യം ചാടിയപ്പം എൻ്റെ അകത്ത് കിട്ടിയ ഒരു ആശ്വാസം ഉണ്ടെന്ന്, അകത്ത് കിട്ടി എന്തോ ഒരു ചൈതന്യം ഉണ്ടെന്ന് അറിയാതെ ദൈവമേ എന്ന് വിളിച്ചവന്, ഒരായുസിൽ ദൈവനിഷേധം നടത്തിയ മനുഷ്യന് അറിയാതെ ദൈവമേ എന്ന് വിളിച്ചപ്പം തൻ്റെ അകത്ത് ഒരിറ്റ ആശ്വാസം കിട്ടിയെങ്കിൽ ആയുസിൻ്റെ നാളുകളിൽ അറിഞ്ഞോണ്ട് ആ ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തോടെ ആ ദൈവിക ഇടപെടലിനെ അനുഭവിച്ചറിയുന്ന ദൈവമക്കളുടെ അകത്തൊഴുകുന്ന പ്രത്യാശയുടെ സമൃദ്ധിയും സമ്പന്നതയും എന്തെന്ന് ഇന്ന് രാത്രി അനുഭവിക്കാൻ പറ്റുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ദൈവത്തിനു നന്ദി പറയണം. ദ്രവത്വത്തിനോ മരണത്തിനോ മരണഭീതിക്കോ പിടിച്ചു കെട്ടാൻ കഴിയാത്തൊരു ദൈവിക പ്രത്യാശ.
മരണമെന്ന സമസ്യയുടെ മഹാവേദ അറുത്തുമാറ്റത്തക്ക നിലവാരങ്ങളിൽ വിശുദ്ധന്റെ അകത്തു വ്യാപരിക്കുന്ന ഒരു ധൈര്യമാണ് ദൈവിക പ്രത്യാശയെങ്കിൽ ദ്രവത്വത്തിന് എന്മേൽ അധികാരമില്ല, ദ്രവത്വത്തിന്റെ ശക്തികൾക്ക് എൻ്റെ മേൽ അധികാരമില്ല. കാരണം അവിടുന്ന് സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തും. ഇതിൽ എന്നെ പ്രത്യാശ ആകത്തോളേ. എനിക്ക് പൗലോസ് ഇതൊക്കെ പറഞ്ഞ കോണ്ടെക്സ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പൗലോസ് ഇത് പറയുന്ന റോമിൽ വെച്ച ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുന്നത്. ഈ റോമിൽ വെച്ച് പൗലോസ് പറയും അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി. അകത്ത് പ്രത്യാശയോടെ ഈ പറയുന്നേ. കാരണം റോമിൽ ഒത്തിരി പവറുണ്ട്, സുപ്രീം പവറുണ്ട്. റോമിലാണ് കിങ്ഡം ഉള്ളത്, റോമിലാണ് സുപ്രീം പവർ ഉള്ളത്, റോമിലാണ് മോണോപ്പൊളി നടത്തുന്ന ഏകാധിപതി ഉള്ളത്. ഇത് മുഴുവനുള്ളത് റോമിലാ. സർവാധികാരി റോമിലാണ് ഉള്ളത്. അവിടെയുള്ള സാമ്രാജ്യത്തിൻ്റെ അധിപൻ റോമിലാണ് ഉള്ളത്. കൊല്ലാൻ അധികാരമുള്ള ചക്രവർത്തി, നാടുകടത്താൻ അധികാരമുള്ള ചക്രവർത്തി, ആ ഒരുത്തനെ എന്തൊക്കെ ക്രൂരത ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ അധികാരമുള്ള ചക്രവർത്തി, സാമ്പത്തികത്തിന്മേൽ അധികാരമുള്ള ചക്രവർത്തി, ആരോഗ്യത്തിന്മേൽ അധികാരമുള്ള ചക്രവർത്തി. ഈ ചക്രവർത്തി ഇരിക്കുന്നത് ആ റോമില. എന്നാൽ ആ റോമിൽ ഒരു വീട്ടുതടങ്കലിൽ പാർക്കുന്ന കൈമേൽ ചങ്ങലയുള്ള ഒരു തടവുകാരൻ പറയുക, ഹേ കൈസറേ, താങ്കൾക്കൊരു പവറുണ്ട്, ഒരു അധികാരമുണ്ട്. കൊല്ലാൻ പവറുണ്ട്, നാടുകടത്താൻ പവറുണ്ട്, സാമ്പത്തിക അധികാരമുണ്ട്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവിന് അധികാരമുണ്ട്. താങ്കൾ കൊന്നാലും ഇവിടെ വ്യാപരിക്കുന്ന ഒരു പവറുണ്ട്. അവിടുന്ന് സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തും. കൈസർക്ക് ജീവിതത്തിലില്ലാത്ത ഒരു പവർ, കൊന്നവരെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന, മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന, അവിടെ വ്യാപരിക്കുന്ന ഒരസാധ്യ പവറുണ്ട്. അത് ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കും വേണ്ടി വ്യാപരിക്കുന്ന ഒരസാധ്യ ശക്തി. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി മരണത്തെയും മരണഭയങ്ങളും ഇല്ലാതെ അഭിമാനത്തോടെ ധൈര്യത്തോടെ ഈ രാത്രി സ്തോത്രം പറഞ്ഞ് തുടങ്ങാൻ കഴിയുന്നെങ്കിൽ എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരസാധാരണ ശക്തി. അകത്ത് പ്രത്യാശയുടെ സമ്പന്നത ഇന്ന് രാത്രി അനുഭവിക്കുന്ന ദൈവമക്കൾ, നിരാശയുടെ അടിവേരുകൾ അറുത്തുമാറ്റി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമ്പന്നന്മാരായി. രാത്രി ജയം ഈ ഹോളിനകത്ത് വ്യാപരിക്കട്ടെ, ജയം ഈ ഹോളിനകത്ത് വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്ന ജനത്തിന്മേൽ ഇന്ന് രാത്രി ഒരു ജയം വ്യാപരിക്കട്ടെ. ആ പരിശുദ്ധാത്മാവിനാൽ പ്രത്യാശയുടെ ഒരു സമ്പന്നത ഇന്ന് രാത്രി കൈമാറ്റം ചെയ്യപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനാൽ പ്രത്യാശയിൽ സമ്പന്നന്മാരായി. അപ്പം ഇന്ന് രാത്രി ഈ പരിശുദ്ധാത്മാവ് നമുക്ക് എന്ത് തരും? പ്രത്യാശയുടെ സമ്പന്നത തരും. കൊലോസ്യ ലേഖനം പറയുന്നൊരു പദമുണ്ട്, ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അപ്പോൾ പ്രത്യാശയിൽ സമ്പന്നന്മാരാക്കി മാറ്റും, സമാധാനത്തിൽ സമ്പന്നന്മാരാക്കി മാറ്റും. ഈ പ്രത്യാശയിൽ സമ്പന്നന്മാരായി മാറുന്ന ഒരു ഭക്തൻ്റെ ജീവിതം പിന്നീട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തല കുനിച്ചല്ല തല ഉയർത്തിയ, അങ്ങനെ പ്രത്യാശയിൽ സമ്പന്നന്മാരായി ജീവിക്കുമ്പം ഇന്നിൻ്റെ കാലത്ത് ഈ ആത്മാവ് ചെയ്ത ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. അതാണ് പൗലോസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വായിച്ച ആ 18ാമത്തെ വാക്യം വായിക്കുന്നത് അവിടെയാ, ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. പൗലോസ് പറയുന്നു, 17 തൊട്ടത് ഒന്ന് വായിച്ചാലേ അതിന്റെ പൂർണ്ണ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ക്രിസ്തുയേശുവിൽ എനിക്ക് ദൈവസംബന്ധമായി പ്രശംസയുണ്ട്. എൻ്റെ പ്രശംസ എന്തിലാണ്? പൗലോസ് പറയുന്നത്, എനിക്ക് ഈ പറഞ്ഞ ഒന്നിനകത്തും പ്രശംസയില്ല, മറിച്ച് എനിക്ക് പ്രശംസ പറയാൻ ഒറ്റ കാര്യമുള്ളൂ. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെ ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടാൻ ഞാൻ തുനികയില്ല. പൗലോസ് പറയുന്നു, എൻ്റെ പ്രശംസ, പൗലോസിൻ്റെ പ്രശംസ
പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് പ്രവർത്തിച്ചതിലാണ്. അത് തന്നിലല്ല പ്രശംസിക്കുന്നത്, പ്രവർത്തിച്ച ദൈവത്തിൽ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ പൗലോസ് വെളിപ്പെടുത്തുന്ന ഗൗരവമായ കാര്യം, ഈ ആത്മാവ് ഈ വിധത്തിലൊക്കെ നമ്മെ നടത്തുകയും വർത്തമാനകാലത്ത് അവിടെ പറയുന്നത് ജാതികളുടെ ഉറപ്പിനായിട്ടും അതേപോലെ അനുസരണത്തിനായിട്ടും എന്തൊക്കെ ചെയ്തു? വചനത്താലും ആത്മാവിനാലും അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട്. അപ്പോൾ ഈ ആത്മാവ് ഇടപെടുന്നിടത്തും ആത്മാവിൻ്റെ പ്രവൃത്തി നടക്കുന്നിടത്തും എന്തു നടക്കും? അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഒത്തിരി ചോദ്യങ്ങളാണ്. ഇന്ന് ആത്മാവിൻ്റെ പ്രവർത്തികളെപ്പറ്റി പറയുന്നതിനേക്കാൾ പ്രവർത്തികളെപ്പറ്റി ചോദ്യം ചെയ്യുന്നവരാണ് കൂടുതൽ. പറഞ്ഞ് അവസാനം എല്ലാം ഫേക്കായിപ്പോയി, മൊത്തം ഫേക്കാന്നാണ് ഇപ്പം പറയുന്നത്. ആത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലും അതുവരെ ഫേക്ക് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക്. എൻ്റെ പ്രിയരെ, ഒറിജിനൽ ഉള്ളിടത്താണ് ഫേക്ക് ഉള്ളത്. 300 രൂപയുടെ കള്ളനോട്ട് ഇന്ന് വരെ ആരെങ്കിലും അടിച്ചു കണ്ടുണ്ടോ? പക്ഷേ 200 500 ഒക്കെ കാണും. നമ്മളൊക്കെ ഉപയോഗിക്കുന്നൊരു ഫോണാണ് ഐഫോണ്. എന്നാൽ ദുബായ് ദേര മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റുണ്ട്. ഈ മാർക്കറ്റോട്ട് ചെന്ന് കഴിഞ്ഞാൽ 200 ദിറംസ് കൊടുത്ത് അവൻ 16 അല്ല വേണേൽ 17 ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ വിലയുടെ 100 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫേക്ക് സാധനം ഉണ്ടാക്കി നമ്മുടെ കൈ തരും എന്നതുകൊണ്ട് ഐഫോൺ ഉപയോഗിക്കുന്ന, ഐഫോൺ സെയിൽ ചെയ്യുന്ന ഒരു നാട്ടിൽ നിന്നോട്ട് ഞാൻ പറയുക, ഈ ഫോൺ തന്നെ ഒരു ഫേക്ക് എന്ന് പറഞ്ഞാൽ അത് ഒറിജിനൽ ഉപയോഗിക്കുന്നവർ എനിക്ക് നേരെ വിരലിയുണ്ടും. എൻ്റെ പ്രിയരെ, ഞാൻ പറഞ്ഞത് ഒറിജിനൽ ഉണ്ടെങ്കിൽ ഫേക്ക് ഉണ്ട്. എന്നാൽ ഫേക്കിനെ പ്രാധാന്യം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ, ഒറിജിനലിനെ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. തിരുവെടുത്തിനകത്ത് പൗലോസ് പറയുന്നത്, എൻ്റെ പ്രശംസ എന്താണ്? ഞാൻ പ്രശംസിക്കുന്നത് ജാതികളുടെ അനുസരണത്തിനായിട്ട് അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യപ്രവൃത്തികളാൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവം പ്രവർത്തിച്ചതിൽ ഞാൻ ദൈവത്തിന് പ്രശംസയർപ്പിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, പെന്തക്കോസ്തിൻ്റെ തനിമയ്ക്കകത്ത് ഉൾപ്പെടുന്ന കാര്യമാണ് അതിനകത്ത് നടന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അതിനകത്ത് നടന്ന വീര്യപ്രവൃത്തികൾ. ഈ കരിസ്മ ക്രൂസൈഡിൻ്റെ ഇന്ന് രാത്രി വിശ്വസിക്കണം, കർത്താവ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ വിധ പ്രവൃത്തികൾ ഞങ്ങളിൽ സംഭവിക്കുന്നതിനോടൊപ്പം തന്നെ ദൈവമേ, ഞങ്ങളിൽ നിലനിൽക്കുന്ന ഒരു ദൈവപ്രവൃത്തിയും അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യണമെന്ന് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങണം. ആ അത്ഭുതങ്ങൾ ഞങ്ങളിൽ വെളിപ്പെടണം. പ്രിയരെ, ഇത് പെന്തക്കോസാണ്. പെന്തക്കോസ് അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ ഉറപ്പിക്കപ്പെട്ടതാണ് ഇതിൻ്റെ അനുഭവങ്ങൾ. അത് ഇന്നും നമ്മുടെ ഇടയിൽ വെളിപ്പെടണം. ഇന്നിൻ്റെ ചോദ്യചിഹ്നം പറയാം, പലതും ഇന്ന് കേട്ടറിവേ ഉള്ളൂ, കണ്ടിട്ടില്ല. ഞാൻ ചോദിക്കും, ഒരിക്കലും കേൾക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവോ? ഒരാൻറ്റി എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. മറ്റൊരു രാജ്യത്ത് അവർ പറഞ്ഞു, ഈ കുഞ്ഞ് കഴിക്കാൻ പാടാ. അപ്പോൾ ഇവനോട് പറഞ്ഞു, എൻ്റെ മോനേടാ, സൊമാലിയിലൊക്കെ എത്രയോ കുഞ്ഞുങ്ങൾ ആഹാരമില്ലാതെ കിടക്കുന്നത്, പട്ടിണിയുടെ 1-2 ഫോട്ടോയും ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഈ കൊച്ചൻ ഇതൊക്കെ കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ അമ്മ അവരെന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? ഫ്രിഡ്ജിനകത്ത് നിറക്ക് ഫുഡ് ഇരിക്കല്ലേ, എടുത്തം കഴിച്ചാൽ പോരെയെന്ന്. അവൻ ചോദിച്ചു, ഫ്രിഡ്ജിനകത്ത് നിറയെ ഫുഡുണ്ട്, എടുത്ത് കഴിച്ചാൽ പോരെ. കാരണം ഈ കൊച്ചു ജനിച്ചപ്പോൾ തൊട്ട് അവൻ ആയിസി കണ്ട കാര്യം, അവൻ്റെ അപ്പനും അമ്മയും ഫ്രിഡ്ജിൽ നിന്ന് ഫുഡ് എടുക്കുന്നതും ഓവന് ചൂടാക്കുന്നതും കൊടുക്കുന്നതും അല്ലാതെ ഇവൻ മറ്റൊരു കാഴ്ച കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള പരിചയം അവൻ്റെ അകത്തില്ല. അവന് ഫ്രിഡ്ജ് തുറന്ന് ഫുഡ് എടുക്കുന്ന ചരിത്രമല്ലാതെ മറ്റൊന്നും പറയാൻ അവനില്ല. അവൻ കണ്ടിട്ടില്ല, അവൻ അനുഭവിച്ചിട്ടില്ല, അവൻ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ പോയിട്ടില്ല. ഒരിക്കലും നടക്കാത്ത ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ അങ്ങനെ എപ്പോഴോ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു മുൻപോട്ട് പോവുകയല്ല, ഇന്നും സജീവമായി പൗലോസിലൂടെ ചെയ്ത ആത്മപ്രവർത്തനങ്ങൾ, പൗലോസിലൂടെ ആ നടന്ന ദൈവപ്രവർത്തനങ്ങൾ ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന സ്വർഗത്തിന്റെ അത്ഭുത ഇടപെടലുകൾ ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിനകത്ത് വ്യാപരിക്കുന്നത് അനുഭവിക്കുന്ന ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, അന്ന് അവിടെ മാത്രമല്ല, തുറേനോസിന്റെ പാഠശാലയിൽ മാത്രമല്ല, ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അത്ഭുത വ്യാപാരം ഈ ഹോളിനകത്ത് അത്ഭുതങ്ങൾ ചെയ്യുന്നത് വിശ്വാസത്താൽ അനുഭവിക്കുന്നവർ ആ പരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ഇതിനകത്ത് അമാനുഷികമായ ദൈവമഹത്വത്തിന്റെ അത്ഭുതങ്ങൾ ചെയ്യാൻ സ്വർഗത്തിന് കഴിയും.
ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. പഴയ നിയമത്തിൻ്റെ ചരിത്രത്തിനകത്തുള്ള ഇസ്രായേൽ പുറത്തിറങ്ങി വന്നപ്പം ദൈവം ചെയ്ത വലിയൊരു അത്ഭുതമുണ്ട്. ദൈവം ചെങ്കടൽ മുറിച്ചവരെ അക്കരെ കടത്തി. ചെങ്കടൽ മുറിച്ച ദൈവം, ഈ ചെങ്കടൽ മുറിച്ച അത്ഭുതം അത്ര എളുപ്പമൊന്നുമല്ല. ഒറ്റ രാത്രിയിൽ ഒരു കാറ്റടിച്ചു. അതിനൊരു ട്രാൻസ്ലേഷൻ പറയുന്നത് ഫയറി വിൻഡെന്ന്. അന്ന് തീക്കാറ്റടിപ്പിച്ചു. കാരണം ഉണങ്ങിയ നിലമാക്കി മാറ്റിയില്ലേ, ഉണങ്ങിയ നിലമാക്കി ഒറ്റ രാത്രി കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്തു. തിരുവല്ലയിൽ അണ്ടർ വാട്ടർ ടണൽ വരുന്നതിന് മുമ്പേ തമ്പുരാൻ അത് ചെങ്കടലിൻ്റെ നടുക്കൊരുക്കിയതാ. അതിൻ്റെ നടുക്കൂടെ നടക്കുന്നവർ കണ്ട വിസ്മയമൊന്നും തിരുവല്ലക്കാർ കണ്ടിട്ടില്ല, കോട്ടയംകാർ കണ്ടിട്ടില്ല. ദൈവം വിസ്മയം ഒരുക്കി അതിൻ്റെ നടുക്കൂടെ കടത്തിവിട്ടു. അതുകൊണ്ട് ഒത്തിരി ടെസ്റ്റിമണി പറയാനുണ്ട്. മരുഭൂമി ടെസ്റ്റിമണി മക്കളോട് പറഞ്ഞു കാണും, മക്കളെ ഞങ്ങളെ ഈ ചെങ്കടലിൽ പിളർത്തി ദൈവം അക്കരെ കടത്തി. പക്ഷെ ഈ മക്കൾ നോക്കിയപ്പോൾ അവരുടെ ആയുസിൽ കൈക്കുഞ്ഞുങ്ങളുണ്ട്, എണ്ണപ്പെടാത്ത കുഞ്ഞുങ്ങളുണ്ട്. ഇവരൊക്കെ അന്നുണ്ട്. ഇവരാരും നേർക്കിത് കണ്ടിട്ടില്ല. കണ്ടവർക്ക് പലർക്കും ഓർമ്മയില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ അവർ വളർന്നു വന്നപ്പം കണ്ട കാര്യം, ഈ സാക്ഷ്യം പറഞ്ഞ അപ്പനും ഈ സാക്ഷ്യം പറഞ്ഞ അമ്മയും മരുഭൂമിയിൽ മരിച്ചു വീഴുന്നത് അവർ കണ്ടത്. പിറുപിറുത്ത അപ്പൻ മരിക്കുന്നു, പിറുപിറുത്ത അമ്മ മരിക്കുന്നു. ഭക്ഷണം വായിരിക്കുമ്പം തന്നെ ദൈവത്തിൻ്റെ ക്രോധം അവർക്ക് നേരെ ജ്വലിക്കുന്നു. ഇതൊക്കെയാ മക്കൾ കണ്ടത്. എന്നാൽ 40 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ദൈവം കൊണ്ടു നിർത്തിയ ഒരു സ്ഥലമുണ്ട്. അതാണ് ഈ അവിടെയുള്ള ആ ജോർദാന്റെ മുമ്പിൽ കൊണ്ടു നിർത്തി. ആ പിറുപിറുത്ത അപ്പൻ മരിച്ചുപോയി, പിറുപിറുത്ത അമ്മ മരിച്ചുപോയി എന്ന ഒരു ചോദ്യമുണ്ട്. ഈ ചെങ്കടലിൽ ചെയ്തത് ഈ യോർദാനിൽ ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യത്തിന്റെ നടുവിൽ അവിടെ പുരോഹിതന്മാർ പെട്ടകമെടുത്ത് യോർദാനിൽ കാൽ ചവിട്ടിയപ്പോൾ ചെങ്കടൽ മുറിച്ച ദൈവം, ചെങ്കടൽ മുറിച്ച ദൈവം ആ മരണ യോർദാനെ അവിടെ നിന്ന് മുറിച്ചു മാറ്റാൻ അന്ന് പ്രവർത്തിച്ച ദൈവശക്തി, 40 വർഷം പുറകിൽ ചലിച്ച ദൈവശക്തി അവിടെ വ്യാപരിച്ചെങ്കിൽ അന്നു ചെയ്തത് ഇന്നും ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ആദരങ്ങൾ തുറന്ന് അസാധാരണമായ ഒരു ദൈവമഹത്വം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുക. അന്ന് പണ്ട് ചെയ്തത് ഇന്നും ചെയ്യാൻ കഴിയുന്ന ദൈവശക്തിയുടെ അത്ഭുത വ്യാപാരം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുക. വിശ്വസിക്കുന്നവർ ആദരങ്ങൾ തുറന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അസാധാരണ ശക്തി അത്ഭുതങ്ങൾ ചെയ്യാൻ വ്യാപരിക്കുന്ന, അടയാളങ്ങൾ പ്രവർത്തിക്കാൻ വ്യാപരിക്കുന്ന, ഇന്ന് രാത്രി ഇരുട്ടിന്റെ പദ്ധതികളുടെ മേൽ ജയമെടുക്കാൻ വ്യാപരിക്കുന്ന, ദുഷ്ടാധിപത്യങ്ങളുടെ അടിവേരുകൾ അറുക്കുന്ന ആത്മമണ്ഡലം ഇന്ന് രാത്രി ഇവിടെ തുറക്കപ്പെടുക. വിശ്വസിക്കുന്നവർ ഒന്നിച്ചു ചേർന്ന് അത്ഭുത സൗഖ്യങ്ങൾ ഇന്ന് രാത്രി ഇതിനകത്ത് സംഭവിക്കുക. രോഗമണ്ഡലങ്ങളുടെ മേൽ ഇന്ന് രാത്രി വിടുതലുകൾ സംഭവിക്കുക. ഇരുട്ടിന്റെ പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ, ഈ നാമത്തിന്റെ ശക്തിയാൽ ഈ രാത്രി അഴിഞ്ഞു മാറുക. ആത്മശക്തി വ്യാപരിക്കുക. ഇന്ന് രാത്രി ഒരു പോരാട്ടമുഖത്ത് വിശ്വാസത്തെ ജയം ഏറ്റെടുക്കുന്നവർ ആദരങ്ങൾ തുറന്ന ആത്മാവിൽ ഇന്ന് രാത്രി പോരാടി പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടുക. നിങ്ങളുടെ കരങ്ങൾക്ക്, നിങ്ങളുടെ ബുദ്ധിക്ക് ചെയ്യാൻ കഴിയാത്ത ചിലത് ഇന്ന് രാത്രി സ്വർഗ്ഗം ചെയ്യുക. ചെങ്കടലിലെ ദൈവം, ചെങ്കടലിൽ പ്രവർത്തിച്ച ദൈവം യോർദാന്റെയും ദൈവമാ. ഓ, യോർദാന്റെയും ദൈവമാ. ഇന്നലകളിൽ ചെയ്തത് ഇന്നും ചെയ്യാൻ കഴിയുന്ന ദൈവമാ. ഇന്ന് രാത്രിയും ചെയ്യാൻ കഴിയുന്ന ദൈവമാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഓഡിറ്റോറിയത്തിനകത്ത് ഇന്നലകളിൽ ചെയ്യപ്പെട്ടത് പലതും സ്വർഗം ഇന്ന് രാത്രി ആവർത്തിക്കുക. Vaida Rakana Samtaradana Adhara Jagana Radana Sadaria Rakada Radara Tamana Ragasia Adal Prabana Regadiantana Astigadame Mamsa Peshigadame in the Ratri Deva Shatibiabarika Iratri Manasugadame Urapai Taidamai Deva Shatibiabarika Nirasha Atma Bagadame in the Ratri Adri Arukuna Deva Shatibiabarika Vaida Prabana Chana Adara Krajana Ragasiantara Ramana Radana Hadaga Tharadia Asatanamai Ningalku Niyamrikan Namukku Niyamrikan Kadiyata ഒരു ദൈവശക്തി അകത്തേറ്റെടുത്ത് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവ് ഈ രാത്രി നിയന്ത്രണം ഏറ്റെടുക്കുക.
ഇന്ന് രാത്രി ജ്വലിക്കട്ടെ, ഇന്ന് രാത്രി ജ്വലിക്കട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ അകത്ത് ജ്വലിക്കട്ടെ. മടുപ്പുകൾ ഈ രാത്രി മാറട്ടെ, മടുപ്പുകൾ ഇന്ന് രാത്രി മാറട്ടെ. അകത്ത് ഉറപ്പ് പ്രാപിച്ച് ധൈര്യത്തോടെ കാലെടുത്ത് വെക്കട്ടെ. ഇന്ന് രാത്രി നിരാശകൾ മാറി ആത്മീക ജീവിതത്തിൽ ഒരു കാൽവെപ്പിന്റെ രാത്രിയാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ ടേക്ക് ഓവർ ചെയ്യുന്ന അസാധാരണമായ ഒരു ടേക്ക് ഓവർ ഇന്ന് രാത്രി നടക്കട്ടെ. അസാധാരണമായി ഒരു കൈമാറ്റം ഇന്ന് രാത്രി നടക്കട്ടെ. ആത്മാവ് നമ്മുടെ ജീവിതത്തെ സമൂലമായി ഏറ്റെടുക്കുന്ന, നമ്മുടെ വികാരങ്ങളെ, വിചാരങ്ങളെ ഏറ്റെടുക്കുന്ന നിലയിൽ ഉള്ളുപൊള്ളി നിലവിളിക്കുന്ന, അന്തരാത്മാവ് തേങ്ങിക്കറയുന്ന, ഒഴുകി വരുന്ന കണ്ണുനീരുകളുടെ പുറകിലെ കാരണമറിയുന്ന ആത്മാവ് ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുക. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവാ, ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവാ, ഈ രാത്രി പ്രാർത്ഥിക്കാൻ പോവാ. സ്വർഗം ഇന്ന് രാത്രി അസാധാരണമായ ജനത്തിനു വേണ്ടി ഇടപെടുക. നിങ്ങളുടെ ഉള്ളിലെ പൊള്ളുന്ന വേദനകൾ ഇന്ന് രാത്രി സ്വർഗം അറിയുന്നുണ്ട്. അതിനകത്ത് ദൈവം ഇടപെടുന്നുണ്ട്. ചെങ്കടലിൽ ചെയ്തത് യോർദാനി ചെയ്യാൻ കഴിഞ്ഞ ദൈവം തിരുവല്ലയിൽ 33 വർഷം പുറകെ ചെയ്തത് ഇന്ന് രാത്രി ചെയ്യാൻ ദൈവത്തിന് കഴിയും. കഴിഞ്ഞ വർഷം ചെയ്തത് ഇന്ന് രാത്രി ചെയ്യാൻ കഴിയും. കഴിഞ്ഞ നാഴിക ചെയ്തത് ഇന്ന് രാത്രി ചെയ്യാൻ ദൈവത്തിന് കഴിയും. വിശ്വസിച്ച് ഇന്ന് രാത്രി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ കരം എന്നെ തൊടണം. അത് എന്തു വിഷയമാകട്ടെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇന്ന് രാത്രി കരം ഉയർത്തി നിങ്ങളായിരിക്കുന്നുണ്ട് ചാടി എഴുന്നേൽക്കട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാ, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി നിങ്ങളെ തൊടും. മനുഷ്യ കരമല്ല, അസാധാരണമായി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി നിങ്ങളെ തൊടാൻ പോവാ. ദൈവത്തിൻ്റെ കരം നിങ്ങളെ തൊടാൻ പോവാ. നിങ്ങൾ കുടുംബപരമായ വിഷയമാകട്ടെ, സാമ്പത്തിക വിഷയമാകട്ടെ, ശാരീരിക വിഷയമാകട്ടെ, ആത്മീക വിഷയമാകട്ടെ, യേശുവിന്റെ കരം എന്നെ തൊടുമെന്ന് ഈ രാത്രി വിശ്വസിക്കുന്ന കരം ധൈര്യത്തോടെ സ്വർഗത്തിൽ ഉയർത്തിപ്പിടിക്കട്ടെ. ധൈര്യത്തോടെ ഇന്ന് രാത്രി ഉയർത്തിപ്പിടിക്കട്ടെ. ആണിപ്പാടേറ്റ യേശുവിന്റെ കരം ഇന്ന് രാത്രി നിങ്ങളെ വാരി പുണരുക. ചിലരൊക്കെ ദൈവ ഹഗ് എന്ന രാത്രിയാ, വാരി പുണരുന്ന രാത്രിയാ. ആ ദൈവ സ്നേഹത്തിന്റെ ഉറപ്പ് ഇന്ന് രാത്രി ചങ്കിന്റെ ഉള്ളിൽ അനുഭവിക്കുന്ന രാത്രിയാ. അങ്ങനെ വിശ്വസിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ കർത്താവേ, അങ്ങയുടെ പുത്രനായ യേശുവിൻ നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി നിരാശയുടെ ശക്തികൾ, ഭയത്തിന്റെ ശക്തികൾ ഈ രാത്രി അഴിഞ്ഞു മാറട്ടെ. ദുരാത്മ മേഖലകൾ തകർന്നു മാറട്ടെ. സ്വാതന്ത്ര്യം വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്ന് രാത്രി രോഗികൾ സൗഖ്യമാകട്ടെ. ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രത്യാശയിൽ സമ്പന്നരായി ഈ ജനം മാറട്ടെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കും നന്ദി. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രി കരം ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ചേർന്ന് കരങ്ങളടിച്ച് ഈ രാത്രി ദൈവത്തിന് ഒരുമിച്ച് പാടി മഹത്വം അർപ്പിക്കാം.